يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ബഹുമാനപ്പെട്ട ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വേദിയിലാണ് നാം ഒരുമിച്ചിരിക്കുന്നത്. ഏതാനും ഹദീസുകളിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പരാമർശിക്കപ്പെട്ട മഹത്വങ്ങളെക്കുറിച്ച് ചുരുങ്ങിയ സമയം ചർച്ച ചെയ്യാനുള്ള ശ്രമമാണ് ഇന്നത്തേത്. സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ്തു മിൻ ഖൈരി ഖുറൂനി ബനി ആദമ ഖർനൻ ഫഖർനൻ ഹത്താ കുന്തു മിനൽ ഖർനി അല്ലദീ കുന്തു മിൻഹു. റവാഹുൽ ബുഖാരി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മനുഷ്യരിലെ ആദം നബി അലൈഹിസ്സലാമിൻ്റെ സന്തതികളിലെ നൂറ്റാണ്ടുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ടിലാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത്. നൂറ്റാണ്ടുകളുടെ മഹത്വവും പുരോഗതിയും വിലയിരുത്തുകയാണെങ്കിൽ കർണൻ ഫകർണൻ, നൂറ്റാണ്ടുകൾക്കനുസരിച്ച് മനുഷ്യൻ പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെയുള്ള ആ നൂറ്റാണ്ടുകളിൽ ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ടിലാണ് ഞാൻ ജനിച്ചത് എന്ന് പരാമർശിക്കുന്നു. ഇതിൽ ഒരു പഠനം മനുഷ്യചരിത്രത്തിലെ നൂറ്റാണ്ടുകൾ അത് വ്യത്യസ്തമാണ് എന്നതാണ്. ആദം നബി അലൈഹിസ്സലാമിൻ്റെയും ശേഷമുള്ള അമ്പിയാക്കളുടെയും ഒക്കെ കാലഘട്ടത്തിൽ പുരോഗതിയിൽ വ്യത്യാസമുണ്ട്, അതിനനുസരിച്ച് മഹത്വങ്ങളിലും വ്യത്യാസമുണ്ട്. അതിൽ ഏറ്റവും മഹത്വമുള്ളത്, ഏറ്റവും കൂടുതൽ പരിഗണനീയമായത് മനുഷ്യന്റെ ദൈക്ഷണികമായ വളർച്ചയാണ്. ഒന്ന്, ദൈക്ഷണികമായ വളർച്ച, ബുദ്ധിപരമായ വളർച്ച, ആ വളർച്ചയാണ് ഒന്ന്. ബുദ്ധി എന്ന് പറയുന്നത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശദമായി ചർച്ച നടത്തിയപ്പോൾ പ്രതിപാദിച്ചത് കാണാം. എപ്പോഴാണ് ഒരു മനുഷ്യന്റെ ദൈക്ഷണികതയെ ശരിക്ക് അഖ്ല് എന്ന് പറയാവുന്നത് എപ്പോഴാണ്? അള്ളാഹുവിനെ അനുസരിച്ച്, ദീനനുസരിച്ച് ജീവിക്കുന്ന സമയത്താണ് ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക് മഹത്വമുണ്ട് എന്നും അത് ബുദ്ധിയുള്ളവനാണ് എന്നും പരാമർശിക്കേണ്ടത് അപ്പോഴാണ്. അതുകൊണ്ട് തന്നെ ദൈക്ഷണികമായി മനുഷ്യൻ വളരുന്നതിനനുസരിച്ചാണ് നൂറ്റാണ്ടുകളുടെ മഹത്വം മാറുന്നത്, വർദ്ധിക്കുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരാമർശത്തിലെ ഒരു വിഷയമാണ് നൂറ്റാണ്ടുകൾക്കനുസരിച്ച് മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളുണ്ട് എന്നതോടൊപ്പം ഓരോ നൂറ്റാണ്ട് ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ച് വളർച്ച കാണുന്നുണ്ട്, വളർച്ച കൂടുന്നുണ്ട്, അതിനനുസരിച്ച് അതിൻ്റെ മഹത്വവും വർദ്ധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മഹത്വം വർദ്ധിക്കുന്നു എന്ന് പറയാൻ കാരണം, ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പ് കൊണ്ടുള്ള ഉദ്ദേശ്യം, മനുഷ്യനെ ഇവിടെ പടച്ചു വെച്ചത് കൊണ്ടുള്ള ഉദ്ദേശ്യം, മനുഷ്യന്റെയും മനുഷ്യൻ ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചത്തിന്റെയും സൃഷ്ടികർത്താവിനെ കുറിച്ച്, അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനെ കുറിച്ച് അറിയൽ ഉത്തരവാദിത്വമുള്ള ഏക ജീവി എന്നതാണ് മനുഷ്യന്റെ മഹത്വം. എങ്കിൽ അതിനേറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വഴി, വസീല, മീഡിയ എന്താണ്? അഖ്ലാണ്. എങ്കിൽ ആ അഖ്ലിന് ബഹുമാനമുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നൂറ്റാണ്ടുകളിൽ ഏറ്റവും മഹത്വമുള്ള നൂറ്റാണ്ട് മനുഷ്യ ചരിത്രത്തിൽ ഏതാണ്? മനുഷ്യൻ ദൈക്ഷണികമായി വളരുന്ന നൂറ്റാണ്ടാണ്. ആ വളരുന്ന നൂറ്റാണ്ടുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെട്ട നൂറ്റാണ്ടാണ്. ഇനി മനുഷ്യ ചരിത്രത്തെക്കുറിച്ച് എടുത്ത് പഠിച്ചു നോക്കൂ.
ഇപ്പൊ പൊളിറ്റിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് മനുഷ്യന്റെ ചരിത്രങ്ങളെ കുറിച്ച് പഠിക്കുന്നത് കാണാം. മനുഷ്യൻ നേരത്തെ ഒരു പ്രദേശത്ത് തന്നെ സഞ്ചരിക്കുന്ന ഒരു ജീവിയായിരുന്നു. ഒരു പ്രദേശത്തെത്തിയാൽ അവിടെ നിന്ന് അവിടെ ഉള്ളതൊക്കെ കഴിക്കാൻ പറ്റുന്നതൊക്കെ കഴിച്ച് അടുത്ത പ്രദേശത്തേക്ക് അങ്ങനെ മാറി മാറി താമസിക്കുന്നവരാണ് എന്നാണ് ഒരു കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്നത്. അതിപ്പോ വിശദമായി ഞാൻ ചർച്ച ചെയ്യുകയല്ല. നിലവിൽ അക്കാദമിക് വിദ്യാഭ്യാസ സംവിധാനങ്ങളിലൊക്കെ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകളിൽ പ്രസിദ്ധമായ ഒരു കാഴ്ചപ്പാടാണ് ഇപ്പൊ ഞാൻ മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ വരുമ്പോ അതിലേറ്റവും കൂടുതൽ മനുഷ്യൻ വളരാൻ വേണ്ടി ഉപയോഗിച്ച വളർച്ച വഴികൾ അതിലൊന്നാണ് മനുഷ്യൻ യാത്രക്ക് വേണ്ടി ഉപയോഗിച്ച മാർഗങ്ങൾ. ലഇലാഫി ഖുറൈശ്, ആ സൂറത്തിൽ പരാമർശിക്കുന്ന തഫ്സീറുകളിലൊക്കെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് മക്കാ നിവാസികൾ, അല്ലെങ്കിൽ നബി തങ്ങൾ വരുന്നതിനോടനുബന്ധിച്ചുള്ള കാലത്ത് മക്കാ നിവാസികൾ അവരുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ മക്കയിൽ നിന്ന് ഷാമിലേക്കും മറ്റുമൊക്കെ യാത്ര പോയിരുന്ന അനുഭവങ്ങളെ പറയുന്നുണ്ട്. അപ്പുറത്ത് കേൾക്കുന്നുണ്ടോ എന്നൊന്നും കൂടി ഒന്ന് നോക്കും. ചിലപ്പോൾ കേൾക്കുന്നില്ലെങ്കിൽ അവരിങ്ങോട്ട് വരും. അപ്പോ നോക്കിയിട്ട് നീ പോരി. അപ്പോൾ യാത്ര ചെയ്യുക എന്നത് ഒരു വലിയ സങ്കീർണതയാണ്. ഇന്നത്തെ പോലെ ഉള്ള വാഹനങ്ങളില്ലല്ലോ. അപ്പൊ യാത്രക്ക് മനുഷ്യൻ യാത്ര പോയാൽ തിരിച്ചെത്തുമോ? പിടിമൃഗങ്ങളും വന്യജീവികളും എല്ലാം കൂടിയായി മനുഷ്യന് യാത്ര എന്നത് വലിയൊരു പ്രതിസന്ധിയായിരുന്നു, വലിയൊരു വിഷയം തന്നെയായിരുന്നു. അവിടെ ആ യാത്ര മനുഷ്യന് എളുപ്പമാക്കി എന്നത് ആ സൂറത്തിലെ ഒരു പ്രതിപാദ്യ വിഷയമാണ്. അതൊരു വലിയ മഹത്വമായി അള്ളാഹു മനുഷ്യന് ചെയ്ത വലിയൊരു നിഅമത്തായി ഉദ്ധരിക്കുന്നത് കാണാം. എന്നാൽ അതിൽ നിന്ന് ഒന്നുകൂടി എടുത്തു പറയത്തക്കൊരു വിഷയമാണ് മനുഷ്യൻ സമുദ്രത്തിൽ കൂടി യാത്ര ചെയ്യാൻ വേണ്ടി പഠിച്ചത്. അതിനും കൂടി ദൈക്ഷണികമായി മനുഷ്യൻ വളർച്ച കാണിച്ചത് ആ ഒരു കാലഘട്ടത്തിലായിരുന്നു. എന്ന് വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ ദൈക്ഷണികമായ വളർച്ചയിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന കാലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഈ ഒരു വിഷയം. അപ്പോ നബിതങ്ങൾ പറഞ്ഞ വിഷയം വീണ്ടും ഒന്നുകൂടി ഊന്നി പറയേണ്ടി വരുന്നു. നബിതങ്ങൾ ഏറ്റവും വളർന്ന ഒരു നൂറ്റാണ്ടിൽ നിയോഗിക്കപ്പെട്ടു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിതങ്ങളുടെ മഹത്വമായി പഠിപ്പിക്കുകയാണ്. അപ്പോ ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെട്ടു. അടുത്ത ഒരു ഹദീസ് കൂടി, ഏകദേശം ഒരു 10 ഹദീസെങ്കിലും ഇന്നത്തെ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചർച്ചക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم أنا سيد ولد آدم يوم القيامة وأول من ينشق عنه القبر وأول شافع وأول مشفع റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്തുകൊണ്ടാണ് അമ്പിയാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നൂറ്റാണ്ടിൽ നബിതങ്ങളെ നിയോഗിക്കാനുള്ള കാരണം എന്താണ്? അന സയ്യിദു വുൽദി ആദം, ആദം സന്തതികളുടെ എല്ലാ അമ്പിയാക്കളും ഉൾക്കൊള്ളുന്ന സന്തതികളിലെ ഏറ്റവും ലീഡർ, സയ്യിദ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഏറ്റവും വലിയ ലീഡർഷിപ്പുള്ള ആള് അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിക്കേണ്ടത് എന്ന് മാത്രമല്ല, അത് ഈ ലോകത്ത് മാത്രമല്ല, അവ്വലു മൻ യൻസഖു അൻഹുൽ ഖബറു, ഈ ലോകം കഴിഞ്ഞാലുള്ള അടുത്ത ഒരു ലോകത്തിന്റെ തുടക്കമാണ് പരലോക ജീവിതത്തിലേക്കുള്ള തുടക്കം. ആ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ആ 2ാം ഊത്തിന്റെ സമയം, ആ സമയത്തെ ആദ്യത്തെ തുടക്കക്കാരനും ആരാണ്? അവ്വലു മൻ യൻസഖു അൻഹുൽ ഖബറു,
ആദ്യമായി ഇവിടെ നിന്ന് തുടക്കം കുറിക്കുന്ന പരലോക ജീവിതത്തിലേക്കുള്ള തുടക്കം കുറിക്കുന്നതും, അഥവാ ദുനിയാവിൽ ഖിയാമത്ത് നാളായി ദുനിയാവ് അവസാനിച്ചു, ഇനി പരലോക ജീവിതത്തിന് വേണ്ടിയുള്ള പൊതുവായ ഒരുക്കങ്ങൾ നടക്കുമ്പോൾ അതിലെ തുടക്കക്കാരനും നബിതങ്ങൾ തന്നെയാണ്. അവ്വലു ശാഫഈൻ വ അവ്വലു മുശഫഈൻ. പിന്നെ ഒരു വിഷയമാണ് പരലോകത്ത് ഏറ്റവും വലിയ ഒരു വിഷയമാണ് ശുപാർശ ചെയ്യുന്നവർ എന്നത്. ശുപാർശ ചെയ്യുന്നതിൽ ആദ്യമായി ശുപാർശ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവ്വലു മുശഫഈൻ, ആദ്യമായി ശുപാർശ സ്വീകരിക്കപ്പെടുന്ന ആളും അത് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പോ ശുപാർശ ചെയ്യുന്ന ആള് എന്നത് അതൊരു സ്വീകാര്യതയാണ്. പരലോകത്ത് അമ്പിയാക്കൾക്ക് അല്ലാഹു ശുപാർശ ചെയ്യാൻ ശഫാഅത്തിന് അവസരം നൽകുന്നുണ്ട്. അതുപോലെ നല്ല പണ്ഡിതന്മാർക്ക് ശുപാർശ ചെയ്യാൻ അവസരം നൽകുന്നുണ്ട്. തുടങ്ങി ഖുർആൻ മനഃപ്പാഠമാക്കിയവർക്ക് ശുപാർശ ചെയ്യാൻ അവസരം നൽകുന്നുണ്ട്. പല രീതിയിൽ മഹത്വങ്ങളുള്ളവർക്ക് അല്ലാഹു പരലോകത്ത് അവന്റെ ഫളിലായി ഔദാര്യമായി ശുപാർശ ചെയ്യാൻ അവസരം നൽകുന്നുണ്ട്. അതിലെ ആദ്യത്തെ ശുപാർശകൻ ആരാണ്? അത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതിലാദ്യം ശുപാർശ സ്വീകരിക്കപ്പെടുന്ന ആളും അത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മൂന്നാമത് ഞാൻ ഉദ്ധരിക്കാൻ ഉദ്ദേശിക്കുന്ന ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു. ഈ രണ്ട് ഹദീസ് ഉദ്ധരിച്ചത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ്. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് ഉദ്ധരിച്ച മഹാനാണ് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അടുത്ത ഹദീസ് ഉദ്ധരിക്കുന്നത് അനസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന അക്തറുൽ അംബിയാഇ തബഅൻ യൗമൽ ഖിയാമ വഅന അവ്വലു മൻ യഖറഉ ബാബൽ ജന്ന. റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അനസ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ നബിതങ്ങളുടെ കൂടെ ചെറിയ വയസ്സ് മുതൽ തന്നെ ദീർഘകാലം നബിതങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച നബിതങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സേവകൻ കൂടിയാണ്, ഖാദിമു കൂടിയാണ് അനസ് റളിയല്ലാഹു അൻഹു. ദീർഘകാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ആളാണ്. അനസ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന അക്തറുൽ അംബിയാഇ തബഅൻ. അംബിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ആളാണ് ഞാൻ. ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ആളാണ് ഞാൻ യൗമുൽ ഖിയാമ, അന്ത്യനാളിൽ. വഅന അവ്വലു മൻ യഖറഉ ബാബൽ ജന്ന. സ്വർഗത്തിന്റെ കവാടം ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനാണ്. ഇത് എന്തുകൊണ്ട് പറയണം? അതൊരു പ്രസക്തമായൊരു വിഷയമാണ്. ഇത് പറയാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമുക്ക് ഒരു മനുഷ്യൻ ഉൾക്കൊള്ളേണ്ട സർവ്വ ധാർമ്മിക മൂല്യങ്ങളും പഠിപ്പിക്കുന്നത്. ആ ധാർമ്മിക മൂല്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ജീവിതത്തിൽ പകർത്തേണ്ടത്? ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫത്തബിഊനി, എന്നെ പിൻപറ്റണം. നബി തങ്ങൾ പറയാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റണമെന്ന് തോന്നണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവമാണ് ഒരു സെലിബ്രിറ്റിയെ പിന്തുടരുക എന്നത്. മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവമാണ്. നമ്മളെ കുട്ടികളൊക്കെ ഒരു സെലിബ്രിറ്റിയായ ഒരാളെ പോലെ മുടിവെട്ടാൻ, ഡ്രസ്സ് ധരിക്കാൻ പലതിലും ശ്രമിച്ചുകൊണ്ടിരിക്കും. പൊതുവായിട്ട് അങ്ങനെയാണ് മനുഷ്യന്റെ സ്വഭാവം. എങ്കിൽ ഏറ്റവും വലിയ സെലിബ്രിറ്റിയാണ് ആര്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മനസ്സിലാക്കാൻ ഉള്ള വലിയ ഒരു നിർദ്ദേശം കൂടിയാണ്. അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എല്ലാ അമ്പിയാക്കളും അവരുടെ സമൂഹത്തിന് ഏറ്റവും മഹത്വമുള്ള ആളായി പഠിപ്പിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അപ്പൊ പിന്നെ ആ അമ്പിയാക്കൾ നബി തങ്ങളെ ഫോളോ ചെയ്യൂലേ? തീർച്ചയായും എല്ലാ അമ്പിയാക്കളും വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസുൻ വറുഫം മിനൽ ബഹരി ഔ റസ്ഫം മിനദ്ദിയമി. എല്ലാ അമ്പിയാക്കളും അവരെല്ലാം നബി തങ്ങളിൽ നിന്ന്
ഒരു പേമാരി പെയ്യുമ്പോൾ അതിൽ കോരിയെടുക്കുന്നത് പോലെ, അതിൽ നിന്ന് കയ്യിൽ ശേഖരിക്കുന്നത് പോലെ, വലിയ സമുദ്രത്തിൽ നിന്നൊരു കുഞ്ഞി കയ്യിൽ നമ്മൾ കോരിയെടുത്താൽ ആ സമുദ്രത്തിലെ വെള്ളത്തിൽ നിന്ന് കയ്യിലേക്ക് കിട്ടുന്നത് എത്ര കുറച്ചാണ്. ഇതുപോലെയാണ് കഴിഞ്ഞ കാലം മുഴുവൻ അമ്പിയാക്കളും അവരുടെ എല്ലാം മഹത്വങ്ങൾ എന്ന് പറയുന്നത്. നബിതങ്ങളിൽ നിന്ന് നേടുന്നതാണ്. ഒരു സമുദ്രത്തിലൊരു കോരല്, അല്ലെങ്കിൽ വലിയ പേമാരിയിൽ ഒരു കൈ കാണിച്ച് ശേഖരിച്ചാൽ കിട്ടുന്നത് പോലെ വളരെ കുറച്ചു മാത്രമാണ് അമ്പിയാക്കളുടെ എല്ലാം അവര് നേടിയെടുക്കുന്ന മഹത്വങ്ങൾ. എങ്കിലാ അമ്പിയാക്കളുടെ എല്ലാം അമ്പിയാക്കൾ എല്ലാവരും ഫോളോ ചെയ്യുന്ന ആളുകൂടിയാണ്. ഖിയാമത്ത് നാളായാൽ എല്ലാവരുടെയും നോട്ടവും എല്ലാവരുടെയും പ്രതീക്ഷയും സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്ര വലിയ സെലിബ്രിറ്റിയാണ് എന്റെ നേതാവെന്നറിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ജീവിത രീതികളിലെല്ലാം ധാർമ്മികതയുള്ള, നന്മയുള്ള, എല്ലാ മൂല്യങ്ങളുമുള്ള നല്ല ജീവിതം നയിക്കാൻ നമുക്കത് വലിയ പ്രേരണയാണ്. സ്വർഗത്തിന്റെ ഉദ്ഘാടകൻ നമ്മുടെ നേതാവ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെയാ പിന്തുടരേണ്ടത്? വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിലെ എല്ലാ മേഖലയിലും നാം നബിതങ്ങളെ ഫോളോ ചെയ്യണം. അങ്ങനെ ഫോളോ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കാൻ മതിയായൊരു വിഷയമാണ് സ്വർഗത്തിന്റെ ഉദ്ഘാടകൻ കൂടി ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് ബഹുമാനപ്പെട്ട സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നത് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആതി ബാബൽ ജന്നതി യൗമൽ ഖിയാമ ഫസ്തുഫ്തിഹ ഫയഖൂലുൽ ഖാസിൻ മൻ അൻത ഫഅഖൂലു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫയഖൂലു ബിക ഉമിർതു അല്ലാ അഫ്തഹ ലി അഹദിൻ ഖബ്ലക്. സ്വർഗ്ഗത്തിലെത്തുന്ന സമയത്ത് അവിടെ ആരാണ്? നിബിതങ്ങള് സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ ചോദിക്കപ്പെടും ആരാണ്. ആ സമയത്ത് മുഹമ്മദ് എന്ന് പറയപ്പെടും. അങ്ങനെ പറയപ്പെട്ടാൽ അവിടെ പറയും, ഇതിനു മുമ്പ് വേറൊരാൾക്കും തുറക്കരുത്, അങ്ങേക്ക് മാത്രമേ ഈ കവാടം ഫസ്റ്റിലായി തുറക്കാവൂ എന്ന നിർദ്ദേശമുണ്ടെന്ന് ബഹുമാനപ്പെട്ട മലക്ക് ഖാസിം അലൈഹിസ്സലാം അവിടെ പറയും എന്നത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോ സ്വർഗത്തിന്റെ ഉദ്ഘാടകൻ, സ്വർഗത്തിന്റെ മലക്കുകൾ, എല്ലാവർക്കും അറിയാവുന്ന നേതാവ്, എല്ലാവർക്കും നിർദ്ദേശം ലഭിച്ച, ഡയറക്ഷൻ ലഭിച്ച നേതാവ് കൂടിയാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസലി വമസലുൽ അംബിയാഇ കമസലി ഖസ്റിൻ ഉഹ്സിന ബുനിയാനുഹു തുരിക മിൻഹു മൗദിഉ ലബനത്തിൻ فطاف النظار يتعجبون من حسن بنيانه إلا موضع تلك اللبنة فكنت أنا صددت موضع اللبنة ختم بي البنيان وختم بي الرسل. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്റെ ഉപമ മറ്റ് അമ്പിയാക്കളെയുമായി ചേർത്ത് വിവരിക്കുമ്പോൾ ഒരു വലിയ കൊട്ടാരം നിർമ്മിക്കപ്പെട്ടതുപോലെയാണ്. അമ്പിയാക്കളെല്ലാം വന്നു ഓരോ കാലഘട്ടത്തിലും ഓരോ സമൂഹത്തിലും ഓരോ ഗ്രൂപ്പിലും അനുയോജ്യരായ അമ്പിയാക്കൾ നിയോഗിക്കപ്പെട്ടു. ആ നിയോഗിക്കപ്പെട്ട അമ്പിയാക്കളെ എല്ലാം വെച്ച് മനസ്സിലാക്കുമ്പോൾ മനുഷ്യ ചരിത്രം ഒരു അടിപൊളി കൊട്ടാരം പോലെ, വളരെ നല്ല ഒരു 3D പ്ലാൻ. പക്ഷേ ഒരു ഇഷ്ടികയുടെ ഗ്യാപ്പ് ഒഴിഞ്ഞു കിടക്കും. ഈ കൊട്ടാരം കാണുന്നവരൊക്കെ ചോദിക്കുമാർ കൊട്ടാരം ഭംഗിയാണ്, അടിപൊളി കൊട്ടാരമാണല്ലോ, പക്ഷെ ഒരു ഇഷ്ടികയുടെ ഗ്യാപ്പ് അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണല്ലോ. ആ സമയത്ത് ആ ഒഴിഞ്ഞു കിടക്കുന്ന ഗ്യാപ്പ് ആരാണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പൊ നിബിതങ്ങൾ എന്ന ആ ഒരു ഇഷ്ടിക ചേർന്നാലാണ് ആ കൊട്ടാരത്തിന്റെ ഭംഗി പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് തന്നെ അമ്പിയാക്കൾ ആ കണ്ണി പൂർത്തീകരിക്കപ്പെടുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ്. വഹയി ലഭിക്കുന്ന അമ്പിയാക്കൾ, വഹയി ലഭിക്കേണ്ടിയിരുന്ന അമ്പിയാക്കൾ, ആ അമ്പിയാക്കളുടെ പരമ്പര ആവശ്യം ഉള്ള കാലം അത് നബിതങ്ങളോടുകൂടെ അവസാനിക്കുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിച്ചു തന്ന ശരീഅത്തും
മതനിയമങ്ങളും മതവിവരങ്ങളും മതത്തിന്റെ പ്രമാണങ്ങളും അത് ഭംഗിയായി കൊണ്ടു നടക്കാൻ മനുഷ്യൻ വളർന്നു. ആ വളർന്ന മനുഷ്യരിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രമാണങ്ങളൊക്കെ കൈമാറുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ആരാവശ്യമില്ല, ഒരു പ്രവാചകന്റെ ആവശ്യമില്ലാത്ത വിധം ഈ ദീനിന്റെ കെട്ടിപ്പടുക്കൽ അത് പൂർത്തിയായിരിക്കുന്നു. ഇനി പ്രവാചകന്മാരുടെ ആവശ്യമില്ല. ഇനി എന്താണ് ആവശ്യമുള്ളത്? ഇൻഷാ അല്ലാഹ് ശേഷം അത് വിശദീകരിക്കപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം മനസ്സിലാകണം. മഹത്വം മനസ്സിലായാൽ ആ ദീൻ ഫോളോ ചെയ്യാനും അത് പിന്തുടരാനും അത് നടപ്പിലാക്കാനും പിന്നെ എളുപ്പമാണ്. ദീനനുസരിച്ച് ജീവിക്കാൻ എളുപ്പമാണ്. നബിതങ്ങളുടെ മഹത്വം കൂടി ഈ ഉമ്മത്തിന് മനസ്സിലാകും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നിലൂടെ ഇത് പൂർത്തിയായിരിക്കുന്നു. ഞാൻ അഥവാ മുത്തുനബിതങ്ങൾ ഈ മനുഷ്യ ചരിത്രത്തിലെ അമ്പിയാക്കളുടെ കൂട്ടത്തിലെ ഏറ്റവും മഹത്വമുള്ള ആൾ. സ്വർഗത്തിലെത്തിയാലും അവിടെ നമ്പർ 1 വ്യക്തി, അതുപോലെ ദുനിയാവിലാണെങ്കിലും ഏറ്റവും കൂടുതൽ മഹത്വമുള്ള ആള് അതാരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. وعن أنس وعن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم ما من الأنبياء من نبي إلا قد أعطي من الآيات ما مثله آمن عليه البشر وإنما كان الذي أوتيت وحيا أوحى الله إلي وأرجو أن نكون أكثرهم تابعا يوم القيامة متفق عليه. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അമ്പിയാക്കളിലെല്ലാം ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ദൃഷ്ടാന്തങ്ങൾ ഫോളോ ചെയ്യപ്പെടുന്ന ആള് അത് ബഹുമാനപ്പെട്ട നബിതങ്ങളാണ്. നബിതങ്ങൾ പറയാണ്, ഞാനാണ്. ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യപ്പെടുന്നത് ഞാനാണ്. എന്തുകൊണ്ടാണ്? മറ്റ് കഴിഞ്ഞ കാലത്ത് മതത്തിന്റെ പേരിൽ നൽകപ്പെട്ട വിവരണങ്ങൾ, ആ വിവരണങ്ങൾ അതിന്റെ ശാസ്ത്രീയത, ആ ശാസ്ത്രീയത അന്നത്തെ സമൂഹത്തിന്റെ ദൈക്ഷണിക വളർച്ചക്കനുസരിച്ചുള്ളതാണ്. അതേസമയത്ത് അവിടുന്ന് ഇങ്ങോട്ടുള്ളത്, ഇനി ഖിയാമത്ത് നാളായാൽ വരെ ഉള്ള മനുഷ്യൻ എത്ര വികസിക്കുന്നോ അന്നെല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന അത്രയും മികവുറ്റ രീതിയിലാണ് അവിടുത്തെ വിവരണങ്ങളെല്ലാം വന്നത്. എല്ലാം ഇപ്പൊ പരിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ സൂക്തം, ആദ്യത്തെ ആയത്ത്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇവിടെ വായന എന്നത് ഒരു മനുഷ്യനാകാൻ ഉപകാരപ്പെടുന്ന, ഒരു മനുഷ്യലോകത്തെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്താണ്? മനുഷ്യന്റെ വൈജ്ഞാനികതയാണ്, നോളേജാണ്. ഈ അറിവിന്റെ നിലയിൽ മനുഷ്യനെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വസീല, അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട്, ഏറ്റവും ഊന്നൽ നൽകിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എപ്പോഴാണ്? നബിതങ്ങളുടെ കാലത്താണ്. അവിടുന്ന് അങ്ങോട്ട് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് പറഞ്ഞു. മനുഷ്യന് ഇനി ഖിയാമത്ത് നാൾ വരെ മെഡിക്കൽ സയൻസ് എത്ര വികസിച്ചാലും ഈ പറഞ്ഞ പ്രയോഗത്തിന്റെ തിളക്കം കൂടുകയല്ലാതെ ഏതെങ്കിലും ഒരു പ്രയോഗം അസ്ഥാനത്തായി പോയി എന്ന് പറയാൻ ഇന്നുവരെ സാധിച്ചിട്ടില്ല. അപ്പോ ദൈക്ഷണികമായി മനുഷ്യൻ വളർന്നാൽ എത്ര വളരാമോ അത്ര വളർന്നാലും സ്വീകാര്യമായ പ്രാമാണികതയാണ് ഇസ്ലാമിന്റെ വിവരണങ്ങൾ. അതുകൊണ്ട് തന്നെ ആ വിവരണം പരിപൂർണമായ ഉന്നത നിലവാരത്തിൽ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് 2025 ആഗസ്റ്റിലാണ് നാം സംസാരിക്കുന്നത്. ഇന്ന് അംഗീകരിക്കപ്പെടുന്ന ഒരു മെഡിക്കൽ സയൻസിന്റെ നിലവാരത്തിൽ പോലും കൃത്യമായി അംഗീകരിക്കപ്പെടുന്ന പദമാണ് പരിശുദ്ധ ഖുർആൻ അന്ന് പ്രയോഗിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോ അത്ര ഉയർന്ന നിലവാരം പുലർത്തുന്ന പ്രാമാണികത അതുള്ളത് കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട ദൃഷ്ടാന്തം അത് വളരെ വലുതാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ നോക്കൂ. ഒരു 50 കൊല്ലം മുമ്പേ മലയാളത്തിൽ രചിക്കപ്പെട്ട ഒരു പുസ്തകം പോകട്ടെ, ഒരു ദിനപത്രം, അതൊന്നെടുത്ത് നമ്മൾ ഇന്ന് വായിച്ചു നോക്കും. 50 കൊല്ലം മുമ്പുള്ള ഒരു ദിനപത്രം എടുത്തിട്ട്, മലയാളത്തിലൊരു ദിനപത്രം എടുത്തിട്ട് നമ്മൾ ഇന്നൊന്ന് വായിച്ചു നോക്കും. മനസ്സിലാക്കണമെങ്കിൽ വലിയ പാടാണ്. അതേസമയത്ത് പരിശുദ്ധ ഖുർആൻ 1400 കൊല്ലം കഴിഞ്ഞിട്ടും 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും അതിന്റെ ശാസ്ത്രീയത എവിടെയെങ്കിലും നിരൂപിക്കപ്പെട്ടോ? നിരൂപിക്കാൻ ശ്രമം നടക്കാത്തത് കൊണ്ടല്ലല്ലോ, എല്ലാ ശ്രമവും നടന്നു. അതിനുവേണ്ടി മാത്രം വലിയ ക്യാഷ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് വലിയ പഠന സംവിധാനങ്ങൾ ശത്രുക്കൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും തെളിയിക്കപ്പെട്ടോ?
അപ്പോ അതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് എന്ത്? ഏറ്റവും സ്വീകാര്യമായ പ്രാമാണികത നിലനിൽക്കുന്നത് അത് നബിതങ്ങളുടേതാണ്. ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ തന്നെ ഇന്നും നിലനിൽക്കാൻ പറ്റുന്ന രീതിയിൽ നൽകപ്പെട്ടു. അത് എന്തിന്റെ തെളിവാണ്? പരലോകത്തെത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് വേണ്ടത് ആർക്കാണ്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. വഅൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഅ്തീതു ഖംസൻ ലം യുഅ്തഹുന്ന അഹദുൻ ഖബ്ലി നുസിർതു ബിർറുബി മസീറത ശഹരിൻ വജുഇലത് ലിയൽ അർളു മസ്ജിദൻ വതഹൂറാ ഫഅയ്യുമാ റജുലിൻ മിൻ ഉമ്മത്തി അദ്റകതുഹു الصلاة فليصلي وأحلت لي المغانم ولم تحل لأحد قبلي وأعطيت الشفاعة وكان النبي يبعث إلى قومه خاصة وبعثت إلى الناس عامة. متفق عليه. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുമാ അവർ ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസ് കൂടിയാണ് ഈ ഹദീസ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 5 കാര്യങ്ങൾ മുൻകഴിഞ്ഞ സമൂഹത്തിന് നൽകപ്പെടാത്തത് എനിക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. അതിലൊന്ന്, മറ്റുള്ള സമൂഹത്തിന് ഈ സമുദായത്തിനോട് മതിപ്പ് തോന്നുക. അത് നബിതങ്ങളുടെ കാലം മുതൽ ഇന്നുവരെ നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. മുസ്ലിം സമൂഹത്തോട്, മുസ്ലിം സമുദായത്തോട് മറ്റു സമുദായങ്ങൾക്കും സമൂഹങ്ങൾക്കും മതിപ്പ് തോന്നുക എന്നത് നിലനിൽക്കുന്നൊരു വിഷയമാണ്. നമ്മളെ നാട് പരിശോധിച്ചു നോക്ക്. നബിതങ്ങളുടെ കാലത്ത് തന്നെ പരിശുദ്ധ ദീനെത്തിയ നാടാണ് കേരളം. ഈ കേരളത്തിൽ നമ്മുടെ ഈ പരിസരങ്ങൾ ഉൾപ്പെടെ വളരെ കാലം മുമ്പേ തന്നെ അള്ളാഹുവിന്റെ ദീനിന്റെ വെളിച്ചമെത്തിയ പ്രദേശമാണ്. ഇവിടെയൊക്കെ ദീന് പ്രചരിപ്പിച്ച മഹാന്മാർ, അന്നേ തുടർന്നു വരുന്ന മഹാന്മാർ, ആ മഹാന്മാരോട് മറ്റു മതജനവിഭാഗങ്ങളുടെയൊക്കെ സമീപനം എങ്ങനെയാണ്? സ്വീകാര്യതയാണ്, ബഹുമാനമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. ഇന്ന് വരെ നമ്മൾ ഈ ജീവിക്കുന്ന കാലം വരെ നമ്മുടെ നാട്ടിലെ മറ്റു ജനവിഭാഗങ്ങൾക്കെല്ലാം മുസ്ലിം സമുദായത്തോട് ബഹുമാനവും മതിപ്പുമാണ്. അതൊരു മനുഷ്യന് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിതങ്ങൾക്ക് നൽകിയ മഹത്വത്തിന്റെ ഭാഗമാണ്. ഈ ഉമ്മത്തിന് മതിപ്പ് നൽകുക, മറ്റു സമുദായങ്ങൾക്ക് ഇടയിൽ മതിപ്പ് നൽകുക എന്നത്. മറ്റൊന്ന്, വജുഇലത് ലിയൽ അർളു മസ്ജിദൻ വതഹൂറാ ഫഅയ്യുമാ റജുലിൻ മിൻ ഉമ്മത്തി അദ്റകതുഹു സ്വലാത്തു ഫൽയുസല്ലി. നിസ്കാരം, ഇബാദത്ത്. പലർക്കും ഇബാദത്തിന് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ചില പ്രത്യേക കേന്ദ്രത്തിൽ ചില പ്രത്യേക എന്തൊക്കെയോ വേണം. അതേസമയത്ത് ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഏറ്റവും മഹത്വമുള്ള ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്ത് ഏതാണ്? നിസ്കാരമാണ്. നിസ്കരിക്കാൻ എവിടുന്നും നിസ്കരിക്കാം, ഏത് ഭൂമിയിൽ നിന്നും നിസ്കരിക്കാം, ഒരു തടസ്സവുമില്ല. നജസ് ഉണ്ടാകരുതെന്ന് മാത്രം. നജസ് ഉണ്ടായാലോ ആ നജസ് നീക്കിയാൽ അവിടുന്ന് നിസ്കരിക്കാം. മസ്ജിദൻ വതഹൂറ, നിസ്കരിക്കാൻ പറ്റുന്ന സ്ഥലമാക്കി കൊടുത്തു ഭൂമി മുഴുവൻ. അത് മനുഷ്യന്റെ മതം, മനുഷ്യനുള്ള മതമാണ് ഇസ്ലാം എന്നതിന്റെ ഒരു സൂചന കൂടിയാണ്. മനുഷ്യൻ എല്ലായിടത്തും സർവ്വവ്യാപകമായി ഇബാദത്ത് ചെയ്യാൻ പറ്റണം മനുഷ്യന്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ എവിടെ വെച്ചും നിങ്ങൾക്ക് അള്ളാഹുവിന് സുജൂദ് ചെയ്യാം. അത് ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ മഹത്വങ്ങൾ, 5 മഹത്വങ്ങളിലെ 2ാമത്തെ വിഷയമാണ്. എല്ലായിടത്തും നിസ്കരിക്കാൻ പറ്റുന്ന അവസരമാക്കി. തഹൂറ, മറ്റൊന്ന് ശുദ്ധി. മറ്റു പലർക്കും ശുദ്ധികൾക്ക് പലതും ചെയ്യണം. ശുദ്ധി കലശത്തിന് വേണ്ടി എന്തൊക്കെയാ പലരും കാട്ടിക്കൂട്ടേണ്ടി വരുന്നത്. അതേസമയത്ത് ഒരു മുസ്ലിമിന് എത്ര എളുപ്പമാണ്, അതിന്റെ ശാസ്ത്രീയത എത്ര വലുതാണ്. ഒന്ന്, വെള്ളം എന്നത് ലോകാരോഗ്യ സംഘടന പറയുന്നതനുസരിച്ച് ഒരു സമൂഹത്തിന്റെ ആരോഗ്യത്തിന്റെ അളവുകോൽ എന്താണ്? ആ സമൂഹത്തിന് അവർ ജീവിക്കുന്ന ആ നാട്ടിൽ ശുദ്ധജലം എത്ര ലഭ്യമാണ് എന്നതാണ് ആ നാട്ടിലെ ആ സമൂഹത്തിന്റെ ആരോഗ്യത്തിന്റെ പ്രധാനപ്പെട്ട ഡിപ്പെൻസ്. അവരവലംബിക്കുന്ന പ്രധാന ഘടകം, അളവുകോൽ ശുദ്ധജലം എത്ര ലഭിക്കുന്നു എന്നതാണ്. എങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ഇബാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ശുദ്ധീകരണം ശുദ്ധവെള്ളമാണ്. എന്ന് മാത്രമല്ല, മറ്റൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ശുദ്ധീകരണത്തിന് എത്ര എളുപ്പമാണ്, അതിന്റെ ശാസ്ത്രീയത എത്ര വലുതാണ് എന്ന്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ
പുറത്ത് കാണുന്ന ഭാഗങ്ങൾ ഏതാ? നമ്മളിപ്പോൾ നമ്മളെ ശരീരത്തിൽ ഒന്ന് പരിശോധിച്ചു. ഒന്ന് മുഖം, അതാണ് ഒന്നാമത് കഴുകുന്നത്. രണ്ടാമത് നമ്മൾ എവിടെയാ പുറത്ത് കാണുന്ന അവയവം ഏതാ? അതൊന്ന് കൈയാണ്, പിന്നെ കൈയാണ് കഴുകുന്നത്. പിന്നെ എവിടെ വേറെ കാണുന്നത്? കാലാണ്, പിന്നെ അതാണ് കഴുകുന്നത്. അപ്പൊ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പുറത്തു കാണുന്ന അവയവങ്ങൾ അഥവാ അണുബാധ പുറത്തു നിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ള അവയവം, ആ അവയവങ്ങൾ കഴുകുക എന്നത് ആരോഗ്യത്തിന്റെ ഏറ്റവും ശാസ്ത്രീയമായ ഒരു വശമാണ്. അത് പരിശുദ്ധ ഇസ്ലാം ഈ മനുഷ്യന് വേണ്ടി അനുവദിച്ചു നൽകുകയാണ്, മനുഷ്യന് വേണ്ടി പ്രൊമോട്ട് ചെയ്യുകയാണ്, മനുഷ്യന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയാണ്. പിന്നെ ഒന്ന് നോക്ക്, വെള്ളം ലഭിക്കാത്തൊരു സമയത്ത് അവിടെ മണ്ണ് വ്യാപകമായി ലഭിക്കും. ആ മണ്ണ് തന്നെ അതിന്റെ ഉപയോഗ രീതി എന്താണ്? വ്യാപകമായി മണ്ണൊരു ചളി പോലെ പുരട്ടണോ? അത് വേണ്ട, പുരട്ടണ്ട. മറിച്ച് എന്ത് ചെയ്താൽ മതി? മണ്ണ് ജസ്റ്റ് ഒന്ന് സ്പർശിച്ച് ഈ മുഖവും കൈയും ഒന്ന് തടവിയാൽ മതി. അതിൽ ഒരുപാട് ശാസ്ത്രീയത പറയാൻ കഴിയും. ഇപ്പൊ ഞാനത് വിശദീകരിക്കുന്നില്ല. ഒരുപക്ഷെ നായയുടെ നാവിൽ നിന്ന് ഒറ്റുന്ന ആ ഒരു ഉമിനീരിലൂടെ വരാൻ സാധ്യതയുള്ള അണുക്കൾ, ബാക്ടീരിയകൾ, ബാഡ് ബാക്ടീരിയകൾ, അതിനെ നശിപ്പിക്കാൻ ശേഷിയുള്ള ഏക വസ്തു മണ്ണാണ് എന്ന് നേരത്തെ തെളിയിക്കപ്പെട്ടതാണ്. എങ്കിൽ ആ മണ്ണ് ഇവിടെ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെടുന്നു എന്ന് ചേർത്തി പറയുമ്പോൾ ഒരുപാട് പാഠങ്ങളും പഠനങ്ങളും അനിവാര്യമായ ഒരു വിഷയമാണെന്നത് സൂചിപ്പിക്കുന്നു. മൂന്നാമത്തത് എന്താണ്? അവിടെ പറഞ്ഞു ഫഅയ്യുമാ റജുലുൻ മിൻ ഉമ്മത്തി അദ്റകതുഹു സ്വലാത്ത്. എന്റെ ഈ ഉമ്മത്തിലേതൊരു മനുഷ്യനും എവിടെ വെച്ച് നിസ്കാര സമയമായ അപ്പം നിസ്കരിക്കാം. ഫല്യുസല്ലി, നിസ്കരിച്ചോട്ടെ, എവിടുന്നും നിസ്കരിക്കാം. ഇനി മൂന്നാമത്തത് വൗഹില്ലത്തിലിയൽ മഗാനിം, ഗനീമത്ത് സ്വത്ത് അനുവദിക്കപ്പെട്ടിരുന്നില്ല മുൻകാല സമുദായങ്ങൾക്ക്, അത് ഈ ഉമ്മത്തിന് അനുവദിക്കപ്പെട്ടു. വലം തഹില്ല ലി അഹദിൻ ഖബ്ലി ഫഉതിതു ശഫാഅ. ശഫാഅത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ടു. അതൊരു മഹത്വമാണ്. നാലാമത്തൊരു മഹത്വമാണ് അള്ളാഹുവിന്റെ നബിതങ്ങൾക്കാണ് ശുപാർശ എന്ന പദവി നൽകിയത്. പരലോകത്ത് സത്യവിശ്വാസികൾക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറിയ അപാകതകൾക്ക് തൗബ ചോദിക്കാനും അതുപോലെ പരലോകത്തെ പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ വേണ്ടിയുള്ള ഒരു ശുപാർശ ചെയ്യാനുള്ള വലിയൊരു അവസരം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ നാലാമത്തെ മഹത്വമാണ്. അഞ്ചാമത്തത് വക്കാന നബിയ്യു യുബ്അസു ഇലാ ഖൗമിഹി ഖാസ്സത്തൻ. സാധാരണ കഴിഞ്ഞ കാലത്തൊക്കെ അമ്പിയാക്കൾ ഒരു കുടുംബത്തിലേക്ക്, ഒരു നാട്ടിലേക്ക് ഒരു പ്രവാചകൻ എന്നൊക്കെയാണ്. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ വബുഇസ്തു ഇലൻ നാസി ആമ്മത്തൻ, എല്ലാ ജനങ്ങളിലേക്കും, ഇംഗ്ലീഷുകാരായാലും മലയാളിയായാലും അറബി ആയാലും അനറബി ആയാലും പടിഞ്ഞാറായാലും കിഴക്കായാലും എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും പറ്റിയ ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അഞ്ചാമത്തെ നേട്ടം വളരെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. എന്താ? അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഓരോ സമൂഹത്തിനും ഒരു മനുഷ്യനെ സ്വീകാര്യരാവുക എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു സർക്കിൾ, ചെറിയൊരു വൃത്തമാണ്. അവർക്കൊരു സമൂഹത്തെ സ്വീകാര്യരാകുക എന്ന് പറയും. നമ്മൾ വള്ളിയാട്ടുകാർക്ക് ഒരാൾ സ്വീകാര്യരാകുക എന്ന് പറയുന്നത് മറ്റൊരു നാട്ടുകാർക്ക് സ്വീകാര്യരായിക്കൊള്ളുന്നില്ല. അങ്ങനെ ഒരു പ്രകൃതം മനുഷ്യനുണ്ട്. പക്ഷേ നബിതങ്ങളുടെ വിഷയം അങ്ങനല്ല. ഏത് നാട്ടുകാരനും നബിതങ്ങളെ പറ്റും. കാരണം ആ രീതിയിൽ മനുഷ്യനെ സ്പർശിക്കുന്ന എല്ലാ വിഷയങ്ങളിലും നബിതങ്ങൾ ആരാണ്? നമ്പർ 1 ആണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യരിലേക്ക് നിയോഗിക്കപ്പെട്ടു. മനുഷ്യരിലേക്കെന്ന് പറയുമ്പോൾ ആമത്തൻ, ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർ, ഭൂമിയുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമുള്ള എല്ലാ മനുഷ്യർക്കും സ്വീകാര്യമാകുന്ന ഒരു വ്യക്തിത്വമാണ്. മഹത്വങ്ങളുടെ പട്ടികയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ. അതിനോട് ചേർത്തു പറയേണ്ട ഒരു ഹദീസ്, അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫുദ്ദിൽതു അലൽ അംബിയാഇ ബിസിത്തിൻ ഉതീതു ജവാമിഅൽ കലിമി വനുസിർതു ബിർറുബി വഉഹില്ലത് ലിയൽ ഗനായിമു വജുഇലത് ലിയൽ അർളു മസ്ജിദൻ വതഹൂറാ വഉർസിൽതു ഇലൽ ഖൽഖി കാഫത്തൻ വഖുതിമ ബിയൻ നബിയ്യൂൻ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്. 6 കാര്യങ്ങൾ
6 ഇനി ആവർത്തിക്കേണ്ടതില്ലല്ലോ. അതിലൊന്ന് എല്ലാ അമ്പിയാക്കളെക്കാളും നിബിതങ്ങൾക്ക് നൽകിയ മഹത്വം. മറ്റൊന്ന് ജവാമിഉൽ കലിം, നിബിതങ്ങളുടെ പദപ്രയോഗങ്ങളുടെ അർത്ഥവ്യാപ്തി. ഒരു വിശദീകരണം നൽകിയ ഒരു വാക്ക് അത് കാലം കഴിയുന്നതിനനുസരിച്ച് അതിന്റെ വൃത്തം കൂടി വരികയാണ്. അതിന്റെ മഹത്വം, അതിന്റെ ലെങ്കൽ, അതിന്റെ സാധ്യത അത് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഒരു പദം പ്രയോഗിച്ചാൽ തന്നെ അതിന് 100 സാധ്യതകൾ. പരിശുദ്ധ ഖുർആനിലെ ഒരു പദപ്രയോഗം, നബിതങ്ങളുടെ ഹദീസിലെ ഒരു പദപ്രയോഗം അത് വ്യാപകമായ അർത്ഥസാധ്യതയുള്ളതാണ്, ഒരുപാട് വിശാലമായ അർത്ഥങ്ങളുള്ളതാണ്. നുസിർതു ബിർറുഅബി നേരത്തെ നമ്മൾ പറഞ്ഞു, വഉഹില്ലത്ലിയൽ ഗനായിമു നമ്മൾ പറഞ്ഞു, വജുഇലത്ലിയൽ അർളു മസ്ജിദൻ വതഹൂറ നമ്മൾ പറഞ്ഞു, വഉർസിൽതു ഇലൽ ഖൽഖി കാഫത്തൻ വഖുതിമ ബിയൻ നബിയൂൻ ഇതും പറഞ്ഞു. എല്ലാവരിലേക്കും നിയോഗിക്കപ്പെട്ടു എന്നത് നബിതങ്ങളുടെ ഒരു സാധ്യതയാണ്. അത് ഈ ലോകത്ത് അള്ളാഹുവിനെ ഇങ്ങനെ സ്ഥാപിക്കാൻ കഴിയൂ എന്നതൊരു സാധ്യതയാണ്. ഇന്ന് മനുഷ്യരിൽ എന്തുമാത്രം കഴിവുകളുള്ളവരുണ്ട്. മനുഷ്യൻ ദൈക്ഷണികമായി വളർന്നുകൊണ്ടേ ഇരിക്കുകയല്ലേ. കഴിഞ്ഞ കാലത്തെക്കാളെല്ലാം മനുഷ്യൻ ബുദ്ധിപരമായി വികസിക്കും. കണ്ടെത്തലുകൾ, എന്തൊക്കെയാണ് കണ്ടെത്തലുകൾ. ഇപ്പൊ നമ്മൾ ഫോണിൽ ഒരു കാലത്ത് ഈ മൊബൈൽ വരുന്നതിന്റെ മുമ്പ് ലാൻഡ് ഫോൺ മാത്രം പരിചയം നമുക്കൊക്കെ ഉണ്ട്. അന്ന് ഇങ്ങനെ ഒരു ഫോണിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ അതൊരു വല്ലാത്ത സാധ്യതയായി. ഇന്ന് ഇത് കഴിഞ്ഞു. ഡിവൈസ് ഇല്ലാതെ ഇവിടെ ഈ ഇരിക്കുന്ന റൂമിൽ എനിക്ക് എന്ത് ചെയ്യാം, ഡിവൈസ് ഒന്നും ഇല്ലാതെ ഇരുന്നിട്ട് ഇപ്പൊ മെറ്റാവേഴ്സ് എന്ന് പറയുന്ന പുതിയ ഒരു സംവിധാനത്തെ കുറിച്ച് കണ്ടെത്തുകയും അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരെ നടന്നു എന്ന് പഠനങ്ങളും അതിന്റെ വാർത്തകളും പറയുന്നത് കാണാം. എന്താണ്, നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് നമുക്ക് ദുബൈയിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ ന്യൂസിലാൻഡിലോ എവിടെയെങ്കിലും മറ്റൊരു രാജ്യത്തുള്ള ഒരു ആളുമായി ഡിവൈസുകൾ ഇല്ലാതെ ഇങ്ങനെ ഇരുന്ന് സംവദിക്കാൻ കഴിയും എന്ന് പറയുന്ന അടുത്ത ഇന്റർനെറ്റിന്റെ അടുത്തൊരു വേർഷനാണ് ശരിക്കും മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ഒരു ലോകം. അതുവരെ മനുഷ്യൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു കാലം അന്ന് പോലും പറയാൻ കഴിയുന്ന ഒന്നാണ് എന്നാണ് ഞാനിപ്പോ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്നു. നബിതങ്ങളുടെ മഹത്വം അവിടെയും സ്വീകാര്യമാണ്, അവരിലേക്കും കൂടിയാണെന്ന് പറയാൻ പറ്റും വിധം നബിതങ്ങളുടെ വൈജ്ഞാനിക മുന്നേറ്റം നിലനിൽക്കുന്നു എന്നതാണ് പറഞ്ഞത്. ഇനി ഹദീസുകൾ, ഇനിയും കുറച്ച് ഹദീസുകൾ കൂടി വിശദീകരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് കുറഞ്ഞ ഭാഗങ്ങൾ കൂടി കുറച്ച് വേഗതയിൽ കൊണ്ടുപോകുന്നു. വൻ സൗബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ സവാലിയൽ അർള ഫറഅയ്തു മശാരിഖഹാ വമഗാരിബഹാ വഇന്ന ഉമ്മത്തി സയബ്ലു മുൽകുഹാ മാ സുവിയ ലീ മിൻഹാ വഉതീതുൽ കൻസൈൻ അൽ അഹ്മറ വൽ അബിയദ വഇന്നി സഅൽതു റബ്ബി ലി ഉമ്മത്തി അല്ലാ യുഹ്ലികഹാ ബിസനത്തിൻ ആമ്മത്തിൻ വഅല്ലാ യുസല്ലിത അലൈഹിം അദുവൻ മിൻ സിവാ അൻഫുസിഹിം ഫയസ്തബീഹു ബീളതഹും വഇന്ന റബ്ബി ഖാൽ യാ മുഹമ്മദ് ഇദാ ഖളൈതു ഖളാഅൻ ഫഇന്നഹു ലാ യുറദ്ദു വഇന്നി അഅതൈതുക ലിഉമ്മതിക അല്ലാ ഉഹ്ലികഹും ബിസനത്തിൻ ആമ്മത്തിൻ വഅല്ലാ ഉസല്ലിത അലൈഹിം അദുവൻ സിവാ അൻഫുസിഹിം ഫയസ്തബീഹു ബീളതഹും വലൗ ഇജ്തമഅ അലൈഹിം മൻ ബിഅഖ്താരിഹാ ഹത്താ യകൂന ബഅദുഹും യഹ്ലികു ബഅദാ വയുസ്ബി ബഅദുഹും ബഅദാ. മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഭൂമിയെ ചുരുട്ടിത്തന്നു. മശ്രിഖ് മഗ്രിബ് എന്ന വ്യത്യാസമില്ലാതെ ചുരുട്ടിത്തന്നു. എന്താണ് ചുരുട്ടിത്തന്നു എന്ന് പറഞ്ഞാൽ? എവിടെയും കാണാനും അറിയാനും പറ്റും വിധം നബിതങ്ങളുടെ അറിയാനുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, കമ്മ്യൂണിക്കേഷൻ സ്പേസ്, ആശയവിനിമയ സാധ്യത, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങൾക്ക് വ്യാപകമായി ആ നബിതങ്ങളെ എത്തിച്ചു കൊടുത്തു. നമുക്കിപ്പോഴാണ് ഇവിടെ നിന്ന് ഇത്തരം ഉപകരണങ്ങളും സംവിധാനങ്ങളും വന്നപ്പോഴാണ് ദൂരെയുള്ള ഒരാളെ കാണാൻ പറ്റിയത്, അല്ലെങ്കിൽ ആശയവിനിമയം നടത്താൻ പറ്റിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭൂലോകം മുഴുവനും ചുരുട്ടിത്തന്നു. മശാരിഖഹാ വ മഗാരിബഹാ, മശ്രിഖും മഗ്രിബും വലിയൊരു പ്രയോഗമാണ്. എല്ലാ ഭൂഖണ്ഡങ്ങളും നബിതങ്ങൾക്ക് അള്ളാഹു ചുരുട്ടിക്കൊടുത്തു. എന്നിട്ട് പറയാണ്
വഊതീതു വസയബുൽ ഇന്ന വഇന്ന ഉമ്മത്തി സയബ്ലുഗു മുൽകുഹാ മാ സുവിയലി മിൻഹാ. എനിക്ക് ഈ വിശാലത കാണിച്ചു നൽകിയിടത്തെല്ലാം എൻ്റെ ഉമ്മത്തിന്റെ അധികാരമെത്തും. ഇങ്ങനെ പറയാൻ ഒരു മനുഷ്യന് എങ്ങനെയാ സാധിക്കുക? അള്ളാഹുവിൽ നിന്നുള്ള അറിവില്ലാതെ ഇത്രയും ടെക്നോളജി ഒന്നും വികസിക്കാത്തൊരു കാലത്ത് മനുഷ്യൻ അന്ന് ഇന്നത്തതുപോലെ സൗകര്യങ്ങൾ വികസിച്ചിട്ടില്ലാത്തൊരു കാലത്ത് എങ്ങനെയാ പറയാൻ ധൈര്യപ്പെടുക? എൻ്റെ ഉമ്മത്ത്, ആ ഉമ്മത്തിന്റെ അധികാരം ഭൂമി മുഴുവനും എത്തും. നിങ്ങൾ നോക്ക്, നമ്മൾ ഇന്നത് കണ്ടില്ലേ? ഖിലാഫത്തുൽ റാഷിദ കഴിഞ്ഞതിന് ശേഷം ഖിലാഫത്തുൽ ഉമവിയ്യ, ഖിലാഫത്തുൽ അബ്ബാസിയ, ഖിലാഫത്തുൽ ഉസ്മാനിയ, ഈ 4 ഖിലാഫത്ത് കഴിയുമ്പോഴേക്ക് എല്ലാ രാജ്യങ്ങളിലെ ലോകം മുഴുവനും മുസ്ലിങ്ങളെത്തി. ഇന്ത്യ ഉൾപ്പെടെ മുസ്ലിമീങ്ങൾ ഭരിക്കുന്നിടത്തേക്ക് കാര്യങ്ങളെത്തി. ലോകം മുഴുവനും മുസ്ലിമീങ്ങൾ എത്തുന്ന അവസ്ഥ വന്നു. ഇത് ഇങ്ങനെ പറയാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനല്ലാതെ കേവലം ഒരു മനുഷ്യന് സാധ്യമാകുമോ? ഇല്ല. അപ്പോ ഏറ്റവും വലിയ മഹത്വങ്ങളിൽപ്പെട്ടതാണ്, നബിതങ്ങളുടെ അറിവിന്റെ വ്യാപ്തിയിൽപ്പെട്ടതാണ്, അതുപോലെ നബിതങ്ങളുടെ മഹത്വത്തിൽപ്പെട്ടതാണ്. നബിതങ്ങൾക്ക് എല്ലാം അള്ളാഹു തുറന്നു കൊടുത്തു. വ്യാപകമായി നബിതങ്ങളുടെ ഈ ഉമ്മത്തിന്റെ അധികാര സാധ്യതകൾ എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ അള്ളാഹുവിനോട് പ്രത്യേകം ഈ ഉമ്മത്തിന് വേണ്ടി ചോദിച്ചു. എന്താ ചോദിച്ചത്? അല്ലാ യഹ്ലിക്കഹാ ബിസനത്തിൻ ആമ്മത്തിൻ, വ്യാപകമായി നശിച്ചു പോവുക. കഴിഞ്ഞ കാലത്ത് പല ഉമ്മത്തും പല സമുദായങ്ങളും പൂർണ്ണമായി നശിച്ചു പോയിട്ടുണ്ട്. ആദ് സമൂഹം പൂർണ്ണമായി നശിച്ചു പോയിട്ടുണ്ട്. സമൂദ് സമൂഹം വലിയ സമൂഹമാണ്. ഭയങ്കര അധികാരമുള്ളവർ, ആരോഗ്യമുള്ളവർ, സൗകര്യങ്ങളുള്ളവർ, കൃഷിലോകമുള്ളവർ, എല്ലാം ഉള്ളവർ ഒറ്റ ഒന്ന് ബാക്കി വെക്കാതെ നശിച്ചു പോയിട്ടുണ്ട്, പൂർണ്ണമായി നശിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഈ ഉമ്മത്തിനെ അള്ളാഹു ഒരിക്കലും അങ്ങനെ പൂർണ്ണമായി നശിപ്പിക്കുകയില്ല. അത് നബിതങ്ങൾക്ക് അള്ളാഹു കൊടുത്ത ഉറപ്പാണ്. എന്ന് മാത്രമല്ല, മറ്റൊരു ശത്രു വന്നിട്ട് മുസ്ലിമിനെ പൂർണ്ണമായി നശിപ്പിക്കലും ഉണ്ടാവുകയില്ല. ഒരു ശത്രു വന്നിട്ട് മുസ്ലിം സമുദായത്തെ പൂർണ്ണമായി നശിപ്പിച്ചു കളയാ, അതൊരു കാലത്തും ഉണ്ടാകും. പക്ഷെ എന്ത് ചെയ്യും? പരസ്പരം ഈ ഉമ്മത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കും. പക്ഷെ എന്ത് തന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഞാൻ പറഞ്ഞു, എല്ലാവരും ഒരുമിച്ച് കൂടിയാലും ഭൂമിയിൽ എല്ലാ നാട്ടിലുള്ളവർ ഒരുമിച്ചു, എന്നാലും എന്ത് സാധിക്കുകയില്ല? ഈ ഉമ്മത്തിനെ പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിയുകയില്ല. അത് ഈ ഉമ്മത്തിന് അല്ലാഹു നൽകിയൊരു മഹത്വമാണ്. പക്ഷേ وعن سعد رضي الله عنه أن رسول الله صلى الله عليه وسلم مر بمسجد بني معاوية دخل فركع فيه ركعتين. നബി തങ്ങൾ ഒരിക്കൽ മസ്ജിദ് ബനു മുആവിയയുടെ മസ്ജിദിൽ വെച്ച് നിസ്കരിച്ച് ദുആ ചെയ്തു. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ആ ദുആ ദീർഘമായി ദുആയിരുന്നു. എന്നിട്ട് സുമ്മൻ സറഫ, നബി തങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു പോരുമ്പോ പറഞ്ഞു, ഫഖാല സഅൽതു റബ്ബി സലാസൻ ഫഅഅതാനി സിൻതൈൻ, ഞാൻ 3 കാര്യം അള്ളാഹുവിനോട് ചോദിച്ചു, 2 കാര്യം എനിക്ക് അനുവദിച്ചു. വനഅനി വാഹിദ, ഒന്നെനിക്ക് അള്ളാഹു തടഞ്ഞു. 2 തന്നു, 1 തടഞ്ഞു. സഅൽതു റബ്ബി അല്ലാ യുഹ്ലിക ഉമ്മത്തി ബിസ്സനത്തി, പൂർണ്ണമായി ഈ ഉമ്മത്തിനെ നശിപ്പിച്ചു കളയരുതെന്ന് ഞാൻ ചോദിച്ചു. അള്ളാഹു തന്നു. ഫഅഅതാനിഹ വസഅൽതുഹു അല്ലാ യുഹ്ലിക ഉമ്മത്തി ബിൽ ഗർഖി, പൂർണ്ണമായി മുക്കി നശിപ്പിച്ചു കളയാൻ, വലിയ ഫ്ലഡിലൂടെ, വെള്ളപ്പൊക്കത്തിലൂടെ പൂർണ്ണമായി നശിപ്പിക്കുക, അതും ഈ ഉമ്മത്തിന് ചെയ്യൂല. ഫഅഅതാനിഹ വസഅൽതുഹു അല്ലാ യജഅല ബഅസുഹും ബൈനഹും, ഈ ഉമ്മത്ത് പരസ്പരം തർക്കിക്കാതിരിക്കാൻ ഞാൻ ചോദിച്ചു. ഫമനഅനിഹ, അത് അല്ലാഹു അംഗീകരിച്ചിട്ടില്ല. അപ്പോ പരസ്പരം തർക്കിക്കുക എന്നത് ഈ ഉമ്മത്തിൽ ഉണ്ടാകും എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ തന്നെ നോക്കിക്കണ്ട് പറയാം. വരാനിരിക്കുന്ന ഖിയാമത്ത് നാൾ വരെയുള്ള ഈ ഉമ്മത്തിന്റെ അവസ്ഥ നേരത്തെ നോക്കിക്കണ്ട് മനസ്സിലാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയാൻ കഴിയുന്നു. വഅൻ അതാ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു قال لقيت عبد الله بن عمرو بن العاص رضي الله عنه قلت أخبرني عن صفة رسول الله صلى الله عليه وسلم في التوراة. അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ അൽ ആസിനെ ഞാൻ കണ്ടപ്പോ ഞാൻ പറഞ്ഞു, തൗറാത്തിൽ നബിതങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? കാരണം കഴിഞ്ഞ കാലത്ത് എല്ലാ വേദഗ്രന്ഥങ്ങളിലും നബിതങ്ങളുടെ വിശേഷണങ്ങൾ പൂർണ്ണമായും ഉണ്ട്. അതുകൊണ്ട് അത് പറഞ്ഞു തരാൻ പറഞ്ഞു. കാല അജൽ, പറഞ്ഞു തരാം. വല്ലാഹി ഇന്നഹു ലമൗസൂഫുൻ ബിബഅദി സിഫത്തിഹി,
അള്ളാഹുവിന്റെ നബിതങ്ങളുടെ വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫിൽ ഖുർആൻ, ഖുർആനിൽ പറഞ്ഞ വിശേഷണങ്ങൾ തൗറാത്തിലും പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറാ. ഇത് ഖുർആനിൽ നബിതങ്ങളെ വിശേഷിപ്പിച്ചതാണ്. ഷാഹിദ്, മുബശ്ശിർ, നദീർ. എല്ലാ സമുദായങ്ങൾക്കും നബിതങ്ങൾ സാക്ഷിയാണ്. എല്ലാ ജനങ്ങൾക്കും നബിതങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുന്ന ആളാണ്. നബിതങ്ങളുടെ പ്രബോധന പ്രവർത്തനം സന്തോഷം പകരുന്നതാണ്, സന്തോഷത്തിലേക്കുള്ളതാണ്, സന്തോഷത്തിലേക്കുള്ള വഴിയാണ്. വമനദീറ, അതോടൊപ്പം തെറ്റുകളിൽ നിന്ന്, അനാവശ്യങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പരലോകത്തെ നാശത്തിൽ നിന്ന് മുന്നറിയിപ്പ് നൽകുന്നതുമാണ് നബിതങ്ങൾ. ഈ വിശേഷണം നേരത്തെ തൗറാത്തിലും വന്നിട്ടുണ്ട്. വഹിറസല്ലിൽ ഉമ്മീന അൻത ബഅദി വറുസുലി വറസൂലി സമ്മൈതുകൽ മുതവക്കിൽ ലൈസ ബിഫള്ളിൻ വലാ ഗലീലിൻ വലാ സഖാബിൻ ഫിൽ അസ്വാഖ് വലാ യദ്ഫഉ ബിസ്സയ്യിഅതി സയ്യിഅ വലാകിൻ യഅഫു വയഗ്ഫിർ അലൻ യഖ്ബിലഹു അല്ലാഹു ഹത്താ യുഖീമ ബിഹിൽ മില്ലത്തൽ ഇവജാ. നബിതങ്ങൾ ഒരിക്കലും കടുത്ത പ്രകൃതക്കാരനാണ്. എല്ലാറ്റിനും കണക്ക് പറയണം, എല്ലാരോടും പറഞ്ഞ് ജയിക്കണം, എല്ലാരോടും കടുത്ത നടപടികൾ വേണം. അത് നബിതങ്ങൾക്കില്ല. കടുത്ത നടപടി, കടുത്ത പ്രകൃതക്കാർ, അതൊരിക്കലും നബിതങ്ങളുടെ വിശേഷണമല്ല. വല ഗലീലിൻ, കഠിനമായ പ്രയോഗത്തിന്റെ, കഠിനമായ മനോഗതിയുടെ ആളല്ല. വല സഖാബിൻ ഫിൽ അസ്വാഖ്, ഒരു നിലവാരം കുറഞ്ഞ പരിപാടിയുമില്ല. ഡീസന്റ് അല്ലാതെ നിലവാരം, അങ്ങാടി തെണ്ട് എന്നാ പറയാം. അങ്ങാടിയിൽ ഒരാൾക്ക് ആവശ്യത്തിന് പോകാം, തെണ്ടൽ ശരിയല്ല. ഈ തെണ്ടി നടക്കുക എന്ന് പറയുന്ന ഡീസന്റ് ഇല്ലാത്ത പരിപാടി. അപ്പൊ അവിടെ ഇവിടെയൊക്കെ ഈ തെണ്ടി നടക്കുക എന്നത് നിലവാരം കുറഞ്ഞ പരിപാടിയാണ്. അത് നബിതങ്ങൾക്ക് ഉണ്ടാകൂല. ഒരാൾ ഇങ്ങോട്ട് തിന്മ ചെയ്താൽ അങ്ങോട്ട് പകരം തിന്മ ചെയ്യൂല. നബിതങ്ങൾ വിട്ടുവീഴ്ച ചെയ്യും. വയഗ്ഫിർ, പുറത്തു കൊടുക്കും. നബിതങ്ങളുടെ ഈ ദൗത്യം പൂർണ്ണമായിട്ടല്ലാതെ നബിതങ്ങൾ വഫാത്താകൂല. ലോകം മുഴുവനും എത്തും വിധം ഇത് നിലനിൽക്കുകയും വളരുകയും ചെയ്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്താകുന്നത്. ബിഅൻ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വയുഫ്തഹ ബിഹാ അഅ്യുനൻ ഉംയാ വആദാനൻ സുമ്മ വഖുലൂബൻ ഗുൽഫ. വ്യാപകമായി എതിർത്തവരൊക്കെ നബിതങ്ങളെ സ്വീകരിക്കും. അതുപോലെ വിമർശിച്ചവരൊക്കെ നബിതങ്ങളെ കേൾക്കാൻ വരും. തടയാൻ പറഞ്ഞവരൊക്കെ കേൾക്കാൻ വരും. അതുപോലെ സ്വീകാര്യത എന്ന് പറയുന്നത് മനസ്സിൽ അങ്ങേ അറ്റം സ്വീകാര്യത നബിതങ്ങൾക്ക് വന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത്. നബി മാലിക്കിൽ അശ്അരി റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ അസ്സ വജല്ല അജാറക്കും മിൻ സലാസി ഖിലാൽ അല്ലാ യദൂ അലൈക്കും നബിയുക്കും ഫതഹ്ലികൂ ജമീഅ വഅല്ലാ യുദ്ഹിറ അഹ്ലൽ ബാത്തിലി അലാ അഹ്ലിൽ ഹഖ് വഅല്ലാ തജ്തമിഉ അലാ വലാല. റവാഹു അബൂ ദാവൂദ്. വളരെ ശ്രദ്ധേയമായ ഒരു വശമാണിത്. എന്താണ് നബികൾ പറയുന്നത്? 3 കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് മോചനം തന്നിട്ടുണ്ട്. അതിലൊന്ന്, കഴിഞ്ഞ കാലത്തെ അമ്പിയാക്കളുടെയൊക്കെ സമൂഹം അമ്പിയാക്കളെ തന്നെ കൊന്നവരുണ്ട്, അമ്പിയാക്കളെ തന്നെ ധിക്കരിച്ചവരുണ്ട്, അമ്പിയാക്കളെ തന്നെ അതിക്രൂരമായി പെരുമാറിയവരുണ്ട്. അതിന്റെ പേരിൽ അമ്പിയാക്കൾ അവർക്കെതിരെ ദുആ ചെയ്യുകയും ആ ഉമ്മത്തന്നെ നശിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സമൂഹം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ അത് നടക്കൂല. ഒന്ന്. മറ്റൊന്ന്, വഅല്ലാ യദ്ഹറ അഹ്ലുൽ ബാത്തിലി അലാ അഹ്ലിൽ ഹഖ്. അഹ്ലുൽ ബാത്തില്, അസംബന്ധത്തിന്റെ വക്താക്കൾ, അസത്യത്തിന്റെ വക്താക്കൾ പൂർണ്ണമായി സത്യത്തെ അതിജയിക്കാൻ കഴിയും. നിങ്ങൾ നോക്കൂ, ഈ ഇസ്ലാമിക ലോകത്ത് സൗദി ഭരണകൂടം നബിതങ്ങൾ പഠിപ്പിച്ചു വന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ പിന്തുടർച്ചക്കാരായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ എതിരാളികളുടെ കയ്യിൽ വന്നു, ഭരണാധികാരം വന്നു. ഒരുപാട് ആയിരക്കണക്കിന് പണ്ഡിതന്മാര് വഹാബിസം കൊന്നുകളഞ്ഞു. വഹാബിസം എന്ന പ്രസ്ഥാനത്തിന്റെ പൊതുസ്വഭാവം എന്താണെന്നറിയും? കൃത്യമായി ബാപ്പയും ഉമ്മയും ഇല്ലാതെ ജനിച്ച ജാരസന്തതിയാണ് വഹാബിസം എന്ന പ്രസ്ഥാനം. ആരാണ് ജന്മം നൽകിയത്? ജന്മം നൽകിയവർ ഏറ്റെടുക്കാൻ സന്നദ്ധതയില്ലാത്ത
അഥവാ ബ്രിട്ടീഷ് ചാരന്മാരുടെ ഉൽപ്പന്നമാണ് ശരിക്കും വഹാബി പ്രസ്ഥാനം. അതിന് ബീജാവാപം നൽകിയ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർക്ക് മേലോട്ട് കണ്ണിയുണ്ടോ? ഇല്ല, അവരെ കണ്ണിയും മുറിഞ്ഞതാണ്. കാരണം എല്ലാ വഹാബി മൂവ്മെന്റ്സിലുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, എല്ലാ പ്രസ്ഥാനങ്ങളും അവലംബിക്കുന്ന ഒരു പണ്ഡിതനാണ് ഇബ്നു അബ്ദുൽ വഹാബ്. അദ്ദേഹത്തിന്റെ മേൽപോട്ട് കണ്ണികളില്ല. അദ്ദേഹത്തിന്റെ പിതാവ് ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ അദ്ദേഹത്തിന്റെ പൂർവികരായ മഹത്വമുള്ളവരെ എല്ലാം തള്ളിയിട്ടാണ് അവിടുന്ന് തുടങ്ങുന്നത് തന്നെ. അദ്ദേഹം തുടങ്ങി വെച്ചതിൽ നിന്ന് പിന്നീട് പലതും ഭേദഗതി ചെയ്ത് പലതും കൊണ്ടുവന്നു. റാഫിദിയാക്കളുടെ വിശ്വാസങ്ങൾ, അതുപോലെ മുഅ്തസിലിയാക്കളുടെ വിശ്വാസങ്ങൾ, പല വിശ്വാസങ്ങളും പല കൂട്ടരും കൊണ്ടുവന്നു. ഇതെല്ലാം കൂടിച്ചേർന്ന അഥവാ കൃത്യമായ ഒരു മാതൃത്വമില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് വഹാബിസം എന്ന ആദർശം. ഈ ആദർശമുള്ളവർ അവർ ഇത്രമേൽ അധികാരം നേടിയിട്ടും അവർ ജയിച്ചോ? നിങ്ങൾ കേരളത്തിലൊന്ന് പരിശോധിച്ചു നോക്ക്. കോഴിക്കോട് അങ്ങാടിയിൽ ചെന്നാൽ ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഷാദുലി പള്ളി കാണാം. നമുക്ക് കടപ്പുറം ആ പ്രദേശത്തൂടെ അങ്ങനെ സഞ്ചരിച്ചാൽ, അതുപോലെ പിന്നെ നമ്മുടെ മുഹൈദ്ദീൻ മസ്ജിദ് കാണാം. അതാണ് മുഹൈദ്ദീൻ മസ്ജിദ്. സത്യത്തിൽ മുഹൈദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിന്റെ പേരിലുള്ള പള്ളിയാണ്. ഇതൊന്നും വഹാബി മൂവ്മെന്റ്സ് ഒരിക്കലും തുടങ്ങൂല എന്ന് എല്ലാവർക്കും അറിയാം. വലിയ പള്ളികളും വലിയ സ്ഥാപനങ്ങളും, നിരവധി സ്ഥാപനങ്ങൾ, ഇതെല്ലാം വഹാബിസം അധികാരം കൊണ്ട് നേടിയെടുത്തു. പക്ഷേ അതിജയിക്കാൻ അവർക്ക് സാധിച്ചോ? ഇല്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലത്ത് തന്നെ ഇസ്ലാമെത്തിയ കേരളത്തിൽ, സ്വഹാബത്തിന്റെ കാലത്തെത്തിയ കേരളത്തിൽ അതിന്റെ തുടർച്ച, അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അതിന്നും നിലനിൽക്കുന്നു. എല്ലാ സാമ്പത്തിക ശേഷിയും അധികാരങ്ങളും എല്ലാം കിട്ടിയിട്ട് അവർക്ക് അതിജയിക്കാൻ പറ്റിയോ? ഇല്ല. അതാ പറഞ്ഞത് അല്ലാ യൽഹറ അഹ്ലുൽ ബാത്തിലി അലാ അഹ്ലിൽ ഹഖ്. പൂർണ്ണമായി ഒരിക്കലും അതിജയിക്കാൻ കഴിയില്ല. ഒരുപാട് മൂവ്മെന്റ്സ് ഉണ്ടായി, പക്ഷേ നബിതങ്ങളുടെ പിന്തുടർച്ചയായിട്ടുള്ള ആ മൂവ്മെന്റ്സിനെ അതിജയിക്കാൻ മറ്റുള്ള ഒരു വിഭാഗത്തിനും ഒരു നാളത്തും കഴിഞ്ഞിട്ടില്ല, ഇനിയിട്ട് കഴിയുകയുമില്ല. ഇത് തുടരും. ശ്രമങ്ങൾ പലതായി തുടർന്നുകൊണ്ടേയിരിക്കും, പക്ഷെ അതിജയിക്കുകയില്ല. മറ്റൊന്നാണ് അല്ലാ തജ്തമിഉ അലാ ദലാലത്തിൻ. ഒരു ദലാലത്തിന്റെ പേരിൽ ഈ ഉമ്മത്ത് ഒരുമിക്കുക, ഒരു പിഴവിന്റെ പേരിൽ ഈ ഉമ്മത്ത് ഒരുമിക്കുക എന്നൊരു സംഭവം ഉണ്ടാകൂല. ദലാലത്തിന്റെ പേരിൽ വഹാബിസൊക്കെ പറയുന്നത് ശരിയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് പിഴക്കണം, അതുപോലെ ഇമാമിങ്ങൾ മുഴുവൻ പിഴക്കണം. അതുണ്ടാകൂലല്ലോ. അതുകൊണ്ട് തന്നെ വഹാബിസം ശരിയല്ല എന്ന് പറയുന്നത് അവരുടെ ആദർശം പറയുമ്പോൾ തന്നെ വ്യക്തമാകുന്ന ഒന്നാണ്. അതേസമയത്ത് വഹാബിസം പറയുന്ന ഒരു പ്രയോഗം നോക്കൂ. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഹജ്ജിനെ പറ്റി പറയുമ്പോൾ പോലും ഈ ഹജ്ജിന് പോകുന്ന മുഴുവൻ മുസ്ലിമീങ്ങളും മുശ്രിക്കാണെന്ന് പറയാൻ ഒരു വിഷമവും ഇല്ലല്ലോ, ഒരു പ്രയാസവും ഇല്ലല്ലോ. അതേസമയത്ത് നിങ്ങൾ സുന്നികളുടെ എത്ര പ്രഭാഷണം കേട്ടു. സുന്നികൾ മറ്റു പ്രസ്ഥാനങ്ങളെ കുറിച്ച് ഇങ്ങനൊരു കാഴ്ചപ്പാട് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നുണ്ടോ? അവർ മുശ്രിക്കാണെന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. കാരണം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ് എന്ത്? അല്ലാ തജ്തമിഉ അലാ ദലാലത്തി. എല്ലാവരും കൂടി പിഴച്ചു പോവുക, എല്ലാവരും കൂടി ശിർക്കിൽ അകപ്പെട്ടു പോവുക, അത് ഉണ്ടാകൂല. നബിതങ്ങളുടെ സ്വഹാബത്ത് മുതലേ തുടരുന്ന ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മാത്രമേ ഉള്ളൂ, സുന്നികൾ മാത്രമേ ഉള്ളൂ. ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നത് അത് സ്വഹാബത്തിൽ നിന്ന് മുറിയാതെ തുടർന്ന് വരുന്നതാണ്. മുറിഞ്ഞ് പിന്നീട് വന്നതാണ് മറ്റെല്ലാ പിഴവും. അത് നബിതങ്ങളുടെ ഒരു മഹത്വമാണ്. അതേസമയത്ത് ഇത് പറയുമ്പോൾ ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. എന്താ? നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കാലത്തെ അമ്പിയാക്കളുടെ ഒക്കെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു തന്നില്ലേ? കഴിഞ്ഞ കാലത്തെ ഉമ്മത്തിന്റെ ഒക്കെ ചരിത്രം നമുക്ക് നബി തങ്ങൾ പറഞ്ഞു തന്നു. ആ ഉമ്മത്തിന്റെ ഒക്കെ സ്വഭാവം എന്തായിരുന്നു? അവരുടെ അമ്പിയാക്കൾക്ക് ശേഷം ആ ഉമ്മത്ത് പൂർണ്ണമായി ദലാലത്തിലേക്ക് പോയിട്ടുണ്ട്. ആ അമ്പിയാക്കളുടെ ഒക്കെ സമൂഹം ദലാലത്തിലേക്ക് പോയിട്ടുണ്ട്. അത് അറിഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഈ ഉമ്മത്ത് ഒന്നിച്ച് ദലാലത്ത് പോവില്ല. അത് നബിതങ്ങളുടെ പ്രധാന മഹത്വമാണ്, നബിതങ്ങളുടെ പവറാണ് അങ്ങനെ പറയാൻ കഴിഞ്ഞു എന്നത്. അതങ്ങനെ തന്നെ നമ്മൾ തെളിഞ്ഞ് ഈ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് പോലും
വ്യക്തമായി നമ്മളത് മനസ്സിലാക്കുന്നു, നമുക്കത് ബോധ്യപ്പെടുന്നു. ഈ ഉമ്മത്ത് എവിടെയും പിഴവിൽപ്പെട്ടു പോകുന്നില്ല. ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൻ യജ്മഅ അല്ലാഹു അലാ ഹാദിഹിൽ ഉമ്മത്തി സൈഫൈൻ സൈഫൻ മിൻഹാ വസൈഫൻ മിൻ അദുവിഹാ. റവാഹു അബൂ ദാവൂദ്. നേരത്തെ പറഞ്ഞത് തന്നെയാണത്, പക്ഷെ മറ്റൊരു പദപ്രയോഗം എന്ന് മാത്രം. എന്താണ്? ഈ ഉമ്മത്തിന് 2 വാള് ഒരേ സമയം അള്ളാഹു ഉപയോഗിക്കൂല. സൈഫൻ മിൻഹ, ഉമ്മത്തിന്റെ തന്നെ സൈഫ്. മറ്റൊന്ന് സൈഫ് മിൻ അദുവിഹ, ശത്രുവിന്റെ സൈഫ്. ആ ശത്രുവിന്റെ വാളും ഈ ഉമ്മത്തിന്റെ വാളും ഒന്നിച്ചു വരൂല. അത് വിധങ്ങൾ പറഞ്ഞതാണ്. അത് ഈ ചരിത്രം ഇക്കാലം വരെ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഒരു സമൂഹത്തിനെതിരെ സ്വന്തം സമൂഹത്തിലെ വാളും ശത്രുക്കളുടെ വാളും ഒരേ സമയം വരുന്നില്ല. അതൊരു സത്യമാണ്. ചരിത്രത്തിലെ എത്ര കാലം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഈ ഉമ്മത്തിന് നേരെ സ്വന്തം ഉമ്മത്തിലെ വാൾ. അതേസമയത്ത് തിരിച്ച് നമുക്ക് കാണാം, ഇപ്പൊ ചില പ്രദേശങ്ങളെല്ലാം, ചില രാജ്യങ്ങളൊക്കെ നശിച്ചു പോയത് എങ്ങനെയാണ്? മുസ്ലിം രാജ്യങ്ങൾ പലതും നശിച്ചത് എങ്ങനെയാണ്? മുസ്ലിങ്ങളുടെ പേരിൽ തന്നെ വന്ന ഒരു വിഭാഗം ഈ വിഭാഗത്തെ, ആ നാടിനെ നശിപ്പിച്ചു. പല പേര് പറഞ്ഞിട്ട് നശിപ്പിച്ചു. പിന്തുടർച്ചയുള്ള, സ്വഹാബത്തിൽ മുതലേ പിന്തുടർച്ചയുള്ള സിറിയ പോലെയുള്ള പണ്ഡിതന്മാര് നിലനിൽക്കുന്ന, ഇമാം നവവി റളിയല്ലാഹു അൻഹു നിലനിൽക്കുന്ന പല രാജ്യങ്ങളും നശിപ്പിക്കപ്പെട്ടു. അങ്ങനെ നശിപ്പിക്കപ്പെട്ട സമയത്ത് അവിടെ ഒരേ സമയം 2 വാളും ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എന്നത് ചരിത്രത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അതിന് വിധങ്ങൾ പറഞ്ഞ പദത്തിന്റെ ഒരു വ്യാപ്തിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. വാനിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്നഹു ജാഅ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫകഅന്നഹു സമിഅ ശൈഅൻ ഫഖാമ النبي على المنبر فقال من انا فقالوا انت رسول الله. അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം എന്തോ ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കാൻ പോവുകയാണ്. മിമ്പറിന്റെ മുകളിൽ വെച്ച് നബി തങ്ങൾ ചോദിച്ചു, മൻ അന, ഞാൻ ആരാണ് എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, അൻത റസൂലുള്ളാഹി, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് നബി തങ്ങൾ അവിടുന്ന് സ്വയം വിവരിക്കാൻ തുടങ്ങി. അന മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് ഇന്നല്ലാഹ ഖലഖൽ ഖൽഖ ഫജഅലനി ഫീ ഖൈരിഹിം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ആരോപണങ്ങൾ ഒരു കാരണവശാലും ഒരു നിലയിലും വെച്ച് പൊറുപ്പിക്കാവതല്ല. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു മനുഷ്യന്റെ മനസ്സിൽ പതിയേണ്ടത് എങ്ങനെയാണ്? എല്ലാ മൂല്യങ്ങളുടെയും കേന്ദ്ര ബിന്ദുവായിട്ടാണ്. അപ്പൊ പിന്നെ ഏത് നന്മയെയും ഒരു മനുഷ്യൻ ഏറ്റെടുക്കാനുള്ള പ്രചോദനമാണ് നബിതങ്ങൾ എങ്കിൽ നബിതങ്ങളുടെ സർവ്വ നല്ല വിശേഷണങ്ങളും സത്യവിശ്വാസികളുടെ മനസ്സിൽ പതിയണം. ഈ ക്ലാസ് പോലും കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കേവലം ഒരു കേൾവി കേൾക്കരുത്. പിന്നെ എങ്ങനെ കേൾക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സെലിബ്രിറ്റി പവർ, നബിതങ്ങളുടെ സ്റ്റാർ ലെവൽ, നബിതങ്ങളൊരു താരമാണ്. ആ താരം ലെവലിൽ വേണം നബിതങ്ങളെ മനസ്സിലാക്കാൻ. അങ്ങനെ മനസ്സിലാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫോളോ ചെയ്യണം. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്നറിയാം? നിങ്ങൾ നോക്കൂ, ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ആയഞ്ചേരി ടൗണിൽ ഒരു അരമണിക്കൂർ നിൽക്കണമെന്നല്ലേ ഞാൻ പറയുന്നത്, ഈ വിഷയം മനസ്സിലാക്കാൻ പറയാം. ഒരു അരമണിക്കൂർ നിന്നാൽ പലപ്പോഴും നമുക്ക് കാണാം ഒരു ഉമ്മ പർദ്ദയിട്ട്, ചിലപ്പോൾ നിഖാബടക്കം ഇട്ട് ഉമ്മ പോകുന്നു. ഉമ്മാന്റെ കൂടെ ഒരു മോളുണ്ട്. മോളിട്ടത് ഒരു പാൻറ്, ഒരു അരമുറിയൻ കുപ്പായം, ചിലപ്പോൾ ഒരു തട്ടോ. എനിക്ക് കൗതുകമാണ്, എന്നാൽ തട്ടെന്തിനാ ഇടുന്നത്? അത് ഭയങ്കര ഒരു പ്രയാസം ഉണ്ടാക്കാൻ തോന്നാറുണ്ട്. തട്ടം മാത്രം എന്തിനു ഇടുന്നു എന്നുള്ളത് എനിക്കൊരു വിഷമായിട്ട് തോന്നാറുണ്ട്. അതായത് പാൻറ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, ഒരു സ്ത്രീ പുരുഷ വേഷം ധരിക്കുന്നത് മഹാ അപകടമാണ്. അതിന്റെ ശാസ്ത്രീയത ഇല്ലേ? അതും വേണമല്ലോ നമ്മളൊന്ന് വിലയിരുത്തുക. എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു പെൺകുട്ടി ഒരു ജീൻസ് പാൻറ്റും, അതും മുട്ട് കീറിയത്, അതുപോലെ സാധാരണ ആൺകുട്ടികൾ ഇടുന്ന ഒരു കുപ്പായം, അത് ഇടുന്ന സമയത്ത് ഒരു കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. നിങ്ങളെ മനോഭാവം നിഷ്പക്ഷതയോടെ, ശത്രുവും ഇതിന്റെ എതിർപക്ഷവും ഇതും വേണ്ട, നിഷ്പക്ഷതയോടൊന്ന് വിലയിരുത്തി നോക്ക്. ഈ വസ്ത്രം ധരിക്കുന്ന സമയത്ത് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ആറ്റിറ്റ്യൂഡ് മാറുന്നുണ്ടോ ഇല്ലേ? സാധാരണ വസ്ത്രം എന്തിന്?
വസ്ത്രം എന്ന് പറയുന്നത് ഒരാളുടെ നഗ്നത മറക്കാനാണ്. പക്ഷേ ഈ പറയപ്പെട്ട ഫാഷൻ വസ്ത്രത്തിന്റെ പ്രധാനപ്പെട്ട നേട്ടം എന്താ? നേരെ നഗ്നത കാണിച്ചാൽ ആൾക്കാർ അറപ്പോടെ മുഖം തിരിക്കും. ഇങ്ങനെ ആയാൽ അറപ്പോടെ മുഖം തിരിക്കൂല, നിങ്ങളുടെ നഗ്നത ആകർഷണീയമായി നോക്കും. ഇതാണ് ആകെയുള്ള നേട്ടം. ഇതാണ് ഫാഷൻ വസ്ത്രം. ഈ വസ്ത്രം ഒരു പെൺകുട്ടി ധരിക്കുന്ന സമയത്ത് അവർ മെന്റലി എന്തുമാത്രം വൈകൃതങ്ങൾക്ക് പ്രിപ്പയർഡ് ആകുന്നുണ്ടെന്ന് അറിയോ? ഒരു മനുഷ്യൻ പ്രദർശിപ്പിക്കുന്നത് എന്തിനാ? പ്രദർശിപ്പിക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ സ്വന്തം ആത്മവിശ്വാസം കുറയുമ്പോഴാണ് പ്രദർശിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മറക്കുകയാണ് ചെയ്യുക. മറക്കുക എന്നത്, നഗ്നത മറക്കുക എന്നത് ആത്മവിശ്വാസമുള്ളവരുടെ സ്വഭാവമാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, സ്വന്തം ചുണ്ട്, ഈ സ്വന്തം ചുണ്ട് മതിയായതാണെങ്കിൽ പിന്നെ എന്തിനാ ഒരു പുറത്തു നിന്നൊരു ചായ എന്തിനാ? സ്വന്തം ചുണ്ട് അത് മതിയാണെങ്കിൽ, അതും 10, 16, 15, 17 ഒക്കെ വയസ്സുള്ള കുട്ടികൾ, അവർക്ക് എന്ത് കുറവാ? അവർക്ക് ഈ ചുണ്ട് എന്ന് പറയുന്നതിൽ ചായം തേക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ സ്വന്തം ഉള്ളതിൽ ആത്മവിശ്വാസം ഇല്ല എന്നല്ലേ അതിന്റെ അർത്ഥം? ഈ പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത്, എക്സ്പ്രഷനിസം എന്ന് പറയുന്നത് ഒരു മെന്റൽ ഡിസോർഡറാണ്. ഈ മെന്റൽ ഡിസോർഡർ ഉള്ള ഈ കുട്ടി ഉമ്മയുടെ കൂടെയാണ് നടക്കുന്നത്. ഉമ്മയാണെങ്കിലോ, ഉമ്മ നല്ല കൃത്യമായി അടക്കത്തിലും ഒതുക്കത്തിലും വസ്ത്രം ധരിച്ചിരിക്കും. ഈ ഉമ്മാന്റെ കൂടെ ഈ കുട്ടി പോകുമ്പോൾ ഉമ്മയുടെ മോളാണ് എന്ന് എല്ലാവർക്കും തോന്നുമാർ കൂടെ നടക്കുന്നു. ഇങ്ങനെ കൂടെ നടക്കുമ്പോൾ എന്തുകൊണ്ട് തിരുത്തലുകൾ ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് തിരുത്തലുകൾക്ക് സാധ്യമല്ല എന്നതിന്റെ ഒരു ഉത്തരം കൂടിയാണ് പ്രിയപ്പെട്ട ഉമ്മമാരെന്റെ ഈ ശബ്ദം കൃത്യമായി നടിവരയിട്ട് കേൾക്കണം. വരാന്തയിൽ അവിടെ ഇവിടെ നടന്നു കേൾക്കരുത്. എന്താ? നമുക്കൊരു ആദർശം സ്ഥിരപ്പെടാത്തതിന്റെ ഏറ്റവും വലിയൊരു ചാബല്യമാണ്. ഒന്നുകൂടി പറയാം, ഒരു ഹറാം, പരിശുദ്ധ ഇസ്ലാമിൽ എപ്പോഴും ഒരു ഹറാമിനെ ഹറാമായിട്ട് കാണുക എന്നത് വലിയ വിഷയമാണ്. ഒരു ഹറാമിനെ ഹലാലായിട്ട് കാണുന്നത് മുർത്തദ്ദായി പോകുന്ന വിഷയമാണ്. അഥവാ മതഭ്രഷ്ട് സംഭവിക്കുന്ന, മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു വിഷയമാണ്. അതെന്തുകൊണ്ട് അങ്ങനെ ഉണ്ടോ? നമ്മുടെ രാജ്യത്ത് പതാക ഉയർത്തുന്ന ആഗസ്റ്റ് 15 അന്ന് പതാകയുടെ ഒരു റൂള് തെറ്റിച്ച് പതാക ഉയർത്തിയാൽ ഉടനെ അറസ്റ്റ് ചെയ്യപ്പെടൂലേ? അതിന് മാത്രം പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമോ ഒരാള്? ഇല്ല. എന്തുകൊണ്ടാണ്? അത് അടിസ്ഥാനപരമായി ഒരു വസ്തുതയെ അംഗീകരിക്കുന്ന, ഒരു രാജ്യത്തെ അംഗീകരിക്കുന്നതിന്റെ ഒരു സൂചനയാണ്. ഇതുപോലെ ഒരു മതത്തിൽ ഒരു തെറ്റ് ചെയ്യുക എന്നതിനേക്കാൾ എത്രയോ വലുതാണ് തെറ്റിനെ അംഗീകരിക്കാതിരിക്കുക എന്ന് പറയുന്നത്. തെറ്റ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ വലുതാണ് തെറ്റിനെ തെറ്റായി അംഗീകരിക്കാതിരിക്കുക എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. ഒരു തെറ്റ്, ഒരു ഹറാം ഒരാൾ വ്യക്തിപരമായി ചെയ്താൽ തൗബ ചെയ്താൽ മതി. അതേ സമയത്ത് ആ ഹറാമിനെ ഹറാമായിട്ട് കാണാതെ ആ തെറ്റ് ചെയ്യുന്ന സമയത്ത് മുർത്തദ്ദായി പോകുമെന്ന് ഫിഖ്ഹിന്റെ ഗ്രന്ഥം 5ാം ക്ലാസ് മുതൽ 10ാം വയസ്സ് മുതൽ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊരു ലോജിക്കാണ്. ഒരു രാജ്യത്തെ അംഗീകരിക്കുമ്പോൾ രാജ്യത്തിന്റെ പ്രധാന ചിഹ്നങ്ങളെ അംഗീകരിക്കണം. ഇതുപോലൊരു മതത്തെ അംഗീകരിക്കുമ്പോൾ മതത്തിന്റെ നിയമങ്ങൾ അംഗീകരിക്കണം. നിയമങ്ങൾ ലംഘിച്ചിട്ട് അതിലൊരു ഹറാമ് ചെയ്തു പോയാൽ പിന്നീട് തൗബ ചെയ്യുകയോ മറ്റു പരിഹാരങ്ങൾ പോകുന്നതോ പോലെ അല്ല. ഒരു ഹറാമിനെ അംഗീകരിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഗൗരവതരമായ വിഷയമാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ പരാജയപ്പെടുന്നത്? ഈ കൂടെ മകളെയും കൊണ്ട് നടക്കുമ്പോൾ മകള് ഇസ്ലാം വിലക്കിയ ഒരു വസ്ത്രധാരണ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ മകളെയും കൂട്ടി നടക്കുമ്പോൾ ഒരു പ്രയാസം തോന്നാത്തത് എന്തുകൊണ്ട്? നമുക്കൊരുപാട് സെലിബ്രിറ്റികൾ അറിയാം. ഒരു സെലിബ്രിറ്റിയെ അറിയാതിരിക്കുന്നു എന്നതാണ് അതിന്റെ കാരണം. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സെലിബ്രിറ്റി ലെവൽ അഥവാ നബിതങ്ങൾ ആര്, അത് നമുക്ക് വിട്ടുപോയി. അതായത് മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആശയ വിശാലതയുണ്ട്. അതാണ് ശമായിലുൽ മുഹമ്മദിയ നമ്മൾ പഠിക്കുന്നത്. അതിലൂടെയാണ് നബിതങ്ങളുടെ മഹത്വം. എല്ലാ അമ്പിയാക്കളും ഫോളോവേഴ്സ് ആയിട്ടുള്ള ഒരു നേതാവാണ് സത്യത്തിൽ എന്റെ നേതാവ് എന്ന് മനസ്സിലായാൽ ആ നേതാവിന്റെ ഒരു ഐഡന്റിറ്റിയാണ് വേഷം. നമ്മൾ കാണിക്കുന്ന വേഷത്തിലെ മര്യാദകൾ, ആ മര്യാദ പുലർത്തുക എന്നത് എൻ്റെ എക്സിക്യൂട്ടീവ് ലെവലിലുള്ള എൻ്റെ സ്റ്റാൻഡേർഡാണ്, എൻ്റെ നിലവാരമാണ്. ഇത് തിരിച്ചറിയാത്തത് കൊണ്ട് നാം സ്വയം വഷളായിക്കൊണ്ടേയിരിക്കുകയാണ്.
വഷളത്തരം ഇങ്ങനെ വിളിച്ചു വിളംബരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നും മാറാൻ നമുക്ക് സാധിക്കാനും കൂടിയാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. നാം എന്ത് ചെയ്യണം? ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ മഹത്വം മനസ്സിലാക്കണം, നബിതങ്ങളുടെ സ്ഥാനം മനസ്സിലാക്കണം. ആ നബിതങ്ങളുടെ ഒരു ഉമ്മത്താണ്, ഒരു അനുയായിയാണ് ഞാൻ എന്ന ബോധ്യം നമ്മളെ നയിക്കും. അങ്ങനെ നയിക്കുമ്പോൾ നമ്മൾ നിലവാരമുള്ളവരാണ്. നിങ്ങൾ എത്ര വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും ആ വിദ്യാഭ്യാസത്തോടെല്ലാം യോജിക്കുന്ന ഒരു ജീവിത നിലവാരമാണ് ഇസ്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരാൾ ഡോക്ടറാണ്, ഒരാൾ എഞ്ചിനീയറാണ്, ഒരാൾ വക്കീലാണ്. അതുകൊണ്ട് ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഒരു വേഷവിധാനത്തിന് എന്തിനെങ്കിലും ഒരു അപര്യാപ്തത ഉണ്ടോ? ഇല്ല. ഏത് മനുഷ്യനും പറ്റും. അതേ സമയത്ത് നിങ്ങൾ നോക്കൂ, ഏതെങ്കിലും ഒരു കമ്പനിയുടെ എക്സിക്യൂട്ടീവ്, ഞാൻ എന്തൊരു ആവശ്യത്തിന് വേണ്ടി ലുലു മാളിൽ കയറും, അങ്ങനെ എവിടെയും ആ ലുലു മാളിൽ പോലും ഒരു എക്സിക്യൂട്ടീവ് വേഷത്തിൽ ഇത്തരം ഈ വഷളത്തരങ്ങൾ അവർ അംഗീകരിക്കുമോ? സത്യം പറയുകയാണെങ്കിൽ ഇല്ല. വഷളത്തരങ്ങൾ അംഗീകരിക്കൂല. വഷളൻ ഫേഷുകൾ, മുട്ടുകീറിയ പാൻറ് അംഗീകരിക്കുമോ? അതല്ലെങ്കിൽ അതുപോലെയുള്ള വഷളത്തരങ്ങൾ അംഗീകരിക്കുമോ? ഇല്ല. അതേസമയത്ത് ഇപ്പോൾ ഒന്നുകൂടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ വഷളത്തരം കുറച്ചും കൂടെ സർവ്വവ്യാപകമാകുന്ന സമയത്ത് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയും പോലെ അത് വഷളത്തരങ്ങളിൽ കുറച്ചുകൂടി വഷളത്തരം കുറഞ്ഞത് ഫാഷനാകുന്ന ഒരു കാലം കൂടി, ഒരു എക്സിക്യൂട്ടീവ് ആകുന്ന കാലം കൂടി ആയി വരുന്നുണ്ട്. എന്നാലും ചുരുക്കി പറഞ്ഞാൽ ഒരു മുസ്ലിമിന് നിർദ്ദേശിക്കപ്പെട്ട വേഷം ഏത് ഉന്നത നിലവാരത്തിലും ഫോളോ ചെയ്യാൻ പറ്റും.